അൽ ബഖറ സൂറത്ത് തുടങ്ങുന്നത് ഖുർആനെ സംബന്ധിച്ചാണ്. ഖുർആൻ എന്താണ്? ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇതാണ് നമ്മൾ ചർച്ച ചെയ്തത്. അവിടെ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. ദാലിക്കൽ കിതാബ് പറഞ്ഞാൽ ചില തഫ്സീർ പ്രകാരം ഇതാണ് ലോകത്തെ ഏറ്റവും സമ്പൂർണ്ണമായ ഗ്രന്ഥം എന്നാണ്. ഇതാണ് കിതാബ്, ദാലിക്കൽ കിതാബ്. ബൈലാവിക്ക് അങ്ങനെ തഫ്സീറാണ് പറഞ്ഞത്. ഇതാണ് കിതാബ് വെച്ചാൽ കാമിലായ സമ്പൂർണ്ണമായ കിതാബ് ഇത് മാത്രമാണ്. ലാ റൈബ ഹുദൽ ലിൽ മുത്തഖീൻ. ലാ റൈബ ഫീ അല്ലേ? ലാ റൈബ ഫീഹി. ഞാൻ തഫ്സീർ എടുത്തിട്ടില്ല, കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല. സംശയമില്ല, അതിന് 2 അർത്ഥം പറഞ്ഞു. സംശയമില്ല എന്നുള്ളതിന് 2 അർത്ഥം പറഞ്ഞു. ഒന്ന്, ഈ കിതാബ് മുന്നോട്ട് പോകുന്ന ആശയങ്ങൾ സംശയരഹിതമായിട്ടുള്ള വളരെ യുക്തിബന്ധുരമായ ആദർശങ്ങളും ആശയങ്ങളും ഒക്കെയാണ്, സുവ്യക്തമാണ്. അതാണ് ഒരർത്ഥം. രണ്ടാമത്തെ ഒരർത്ഥം നമ്മൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇത് അള്ളാഹുവിൽ നിന്ന് അവതീർണമാണെന്നതിലും സംശയമില്ല. ലാ റൈബ ഫീക്ക് 2 അർത്ഥം പറഞ്ഞു. കുറേ അർത്ഥങ്ങളുണ്ട്. ഇത് അള്ളാഹു തആല അവതരിപ്പിച്ച് കൊടുത്തതാണെന്നതിൽ സംശയമില്ല. ഇതിൻ്റെ ആശയങ്ങളൊക്കെ സംശയരഹിതമായ, കൃത്യമായ, വളരെ യുക്തിഭദ്രമായ ആശയങ്ങളാണ്. ഹുദല്ലിൽ മുത്തഖീൻ, ഭക്തജനങ്ങൾക്ക് മാർഗദർശനമാണെന്നാണ്. എല്ലാവർക്കും ഇല്ല. ആ ചർച്ചയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ചിലർക്ക് ഇതുകൊണ്ട് വലിയ പാരയിക്കാരം. ചില ആളുകൾക്ക് കൂടുതൽ കാഫറാവാനാണ് പലർക്കും ഇത് കാരണമായിട്ടുള്ളതാകുക. ഇന്നുണ്ട്, അന്നുണ്ട്. പക്ഷെ തഖ്വയുള്ള ഭക്തന്മാരായ ആളുകൾക്ക് അള്ളാനെപ്പേടി എന്ന ഒരു സംഗതി ഹൃദയത്തിൽ ലേശമൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ, ഓൽക്കിത് വഴികാട്ടിയാണ്. ആ ആളുകൾക്കുള്ള വളരെ സവിശേഷമായിട്ടുള്ളൊരു 3 ഗുണങ്ങളാണ് ഇന്ന് പേന ഓതിയത്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഗൈബിൽ വിശ്വസിക്കുന്ന മുത്തഖീങ്ങൾ. ആ മുത്തഖീങ്ങൾക്കുള്ള 1ാമത്തെ ഗുണം അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കാം. 2ാമത്തേത് യുഖീമൂന സ്വലാത്ത, നിസ്കാരം നിലനിർത്തുക, ഇഖാമത്ത് ചെയ്യുക. നിസ്കരിക്കല്ല, നിസ്കാരത്തെ ഇഖാമത്ത് ചെയ്യുക. അത് ഗൈബിലുള്ള വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാണ്. നിസ്കരിക്കലല്ല, നിസ്കാരത്തെ നിലനിർത്തൽ എന്നത്. 3ാമത്തെ ഗുണം വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ, നാം നൽകിയതിൽ നിന്ന് നല്ല മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്യും. ആ 3 ഗുണം മാത്രമല്ല, വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക, തങ്ങൾക്ക് അവതരിച്ച് കിട്ടിയതും അവർ വിശ്വസിക്കും. ഒമാ ഉൻസില മിൻ ഖബ്ലിക, തങ്ങൾക്ക് മുമ്പ് അല്ലാഹു തആല അവതരിപ്പിച്ചതിലും വിശ്വസിക്കും. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യും. ഉലായിക്ക, ഇങ്ങനെയുള്ള ഈ ഗുണങ്ങളൊക്കെ ഉള്ള ആളുകൾ ഹുമുൽ മുഫ്ലിഹൂൻ. ഉലായിക്ക ഹുമുൽ ഉലായിക്ക അല ഹുദം മിർ റബ്ബിഹിം. ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉള്ള ആളുകൾ അള്ളാഹുവിൽ നിന്നുള്ള ഹിദായത്തിലും ഹുദയിലുമാണ്, മാർഗദർശനത്തിലാണ്. വ ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ മാത്രമാണ് വിജയികൾ. ആ കൂട്ടത്തിൽ റബ്ബ് നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വിജയികൾ എന്ന് പറഞ്ഞാൽ ഖുർആൻ്റെ വീക്ഷണത്തിൽ എപ്പോഴും വിജയികളാണ്. ദുനിയാവത്തെ വിജയമാണോ? പിന്നെ ഏതാണ്? രണ്ടുമാണ്. ദുനിയാവത്തെ വിജയമാണോ ചോദിച്ചാണ്ട് പിന്നെ ഏതാ വെച്ചാൽ പരലോകത്തെ വിജയം എന്ന് പറയുന്നത്. ദുനിയാവും ആഖിറവും വിജയിക്കുന്നവരാണ് യഥാർത്ഥ വിജയികൾ. ഉലായിക അലാ ഹുദം മിർ റബ്ബിഹിം വ ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ. അവ കിടക്കട്ടെ പറയുന്നത് നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. അവിടെ ഇന്ന് ചർച്ച എത്തൂല. നമ്മൾ വിഷയം വാവുമലല്ല ഇപ്പോൾ ഇബ്രാഹിമാജി. ഇപ്പം നമ്മൾ വിഷയം അവരാണ്, ഹിദായത്ത് കിട്ടിയ ആളുകൾ ഇവരാണ്, അവർ തന്നെയാണ് വിജയികൾ, അവർ മാത്രമാണ് വിജയികൾ. മാത്രം എന്നുള്ള അർത്ഥം വാവുന്നതൊന്നും കിട്ടണമല്ല, അത് ആ മാരിഫൈ ആക്കണേന്ന് കിട്ടണതാണ്, അൽഫിലാമ കൊടുത്തതെന്ന് കിട്ടിയാണ്. ആ ഹുമ്മൊക്കെ ഒരു ഫസലിൻ്റെ നമീർ പറഞ്ഞു, അതൊക്കെ ഇടയിൽ തിരികെ കൊടുക്കുമ്പോൾ കിട്ടേണ്ട ഒരു അർത്ഥമാണ്. അവർ മാത്രമാണ് വിജയികൾ. വിജയികൾ എന്ന് പറഞ്ഞാൽ ഖുർആൻ്റെ വീക്ഷണത്തിൽ വിജയികൾ പറഞ്ഞാൽ പരലോകം കിട്ടണമല്ലോ എന്നല്ല, പരലോകം ദുനിയാവും വിജയിക്കുക. 2 വിജയത്തിനാണ് ദീന് അല്ലാഹു തആല തന്നിട്ടുള്ളത്.
ദുനിയാവ് എങ്ങെങ്കിലും ആയിക്കോട്ടെ, പരലോകം മാത്രം അങ്ങനെയല്ല. ദുനിയാവിലും വിജയം, പരലോകത്തും വിജയം. ദുനിയാവിൽ വിജയം എന്ന് പറഞ്ഞാൽ കോടീശ്വരനാകുക എന്നല്ല, ആകാതെക്കുകയെന്നല്ല. അല്ലും അലട്ടുമില്ലാത്ത സ്വസ്ഥമായ സ്വച്ഛമായൊരു ജീവിതം ദുനിയാവിലുണ്ടാകുക എന്ന്. അതിനർത്ഥം പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ഉണ്ടാകാമെന്നല്ല. പരീക്ഷണങ്ങളിൽ പോലും പതറാത്ത, അള്ളാഹനെ സ്തുതിക്കുന്ന നല്ല സ്വച്ഛമായൊരു ജീവിതം ദുനിയാവിൽ അതുണ്ടാവും. പരലോകത്തോ ശാശ്വത വിജയം ഉണ്ടാവും. ഇവർക്ക് തന്നെ എത്ര ഗുണങ്ങളുള്ള ആളുകൾക്ക് എത്ര ഗുണങ്ങളായി? ഇപ്പോൾ 5 ഗുണങ്ങളെങ്കിലും ആയി. ഒന്ന്, ഗൈബിൽ വിശ്വസിക്കണം. രണ്ടാമത്തെ, നിസ്കാരം നിലനിർത്തണം. മൂന്നാമത്തെ, അള്ളാഹ് തന്നതിൽ നിന്ന് അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ചിലവഴിക്കണം. ചിലവഴിച്ചിട്ട് തരില്ല, അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ചിലവഴിക്കണം. പിന്നെ തങ്ങൾക്ക് അവതരിച്ച് കിട്ടിയതും അതിന് മുമ്പ് അള്ളാഹുത്താല അവതരിപ്പിച്ചതിലും വിശ്വസിക്കണം. പിന്നെ പരലോകത്തിൽ ഉറച്ച് വിശ്വസിക്കും വേണം. വിശ്വസിച്ചാലൊന്നും പോരാ, ഒരു അയഞ്ഞ വിശ്വാസം പോരാ. ഒബിൽ ആഖിറത്തിഹും യക്കീൻ എന്ന് വരുന്നതാണ്. കണ്ടമാർക്കുള്ള വിശ്വാസം പരലോകത്തും വേണം. വാസ്തവത്തിൽ യുമിനൂന ബിൽ ഗൈബി എന്ന് പറഞ്ഞാൽ തന്നെ പരലോകമാണ് മെയിനായിട്ട് പെടുക. ഇത് ആവർത്തിച്ച് പറഞ്ഞേക്കാണ്. പരലോക വിശ്വാസം ഒരു തഖ്വാമയമായ ജീവിതത്തിൻ്റെ അടിത്തറ ആണ്. ഗൈബിലുള്ള വിശ്വാസം, ആ വിശ്വാസമാണ് ജീവിതത്തെ സംസ്കരിക്കുക, പരിശുദ്ധമാക്കുക, വിശുദ്ധമാക്കുക. ജീവിതം വിശുദ്ധമാകുമ്പോഴാണ് ദുനിയാവിലും വിജയം ഉണ്ടാകുക, പരലോകത്തും വിജയം ഉണ്ടാകുക. അതുകൊണ്ട് ഗംഭീരമായ ഒരു തുടക്കമാണ് സൂറത്തുൽ ബഖറയിൽ പരിശുദ്ധ ഖുർആനെ പരിചയപ്പെടുത്തിക്കൊണ്ട്. ഖുർആൻ എന്താണ്? ഖുർആൻ ആർക്കാണ് വഴി കാണിക്കുക? ആ ചർച്ച ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. കുറേ ആൾക്കിത് പരാജയം എന്നുള്ള ആയത്തൊക്കെ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ പറയുന്നത് മുത്തക്കീങ്ങൾക്ക് ഇത് വഴികാട്ടിയാണെന്ന് പറയുമ്പോൾ ആ മുത്തക്കീങ്ങൾക്ക് ഉണ്ടാവേണ്ട ഗുണങ്ങളൊന്നും മുത്തക്കി എന്നുള്ള വാക്കിൽ തന്നെ പെട്ടു. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഊന്നി പറഞ്ഞു. മുത്തക്കി ആരാണ്? ഒരു പടച്ചൊരപ്പേടി എന്നുള്ളൊരു സംഗതി മനസ്സിലുള്ള ആളുകളാണ് ചുരുക്കി പറയുകയാണെങ്കിൽ. ആ തഖ്വ എന്താണ്? കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു മുള്ളൊക്കെ നിറഞ്ഞ വഴിക്കൂടെ പോകുമ്പം എത്ര ജാഗ്രതയോടുകൂടെ മുള്ള് കാൽമേൽ പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കോ. അങ്ങനെ ശ്രദ്ധിച്ച് ജീവിക്കലിനേക്കാണ് എന്തെന്ന് പറയാം തഖ്വ എന്ന് പറയുന്നൊരു പുതിയ തഫ്സീറൊക്കെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്. തഫ്സീർ ഞാൻ വായിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച. ഒരു ഗുണം തന്നെയാണ്. അവർക്കുള്ള രണ്ടാമത്തെ ഗുണം എന്ന് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. ഗൈബ്, മറഞ്ഞ കാര്യങ്ങൾ. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. മറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുക. മറഞ്ഞ കാര്യങ്ങൾ എന്താണ്? അത് പറഞ്ഞു, ഞാൻ അന്വേഷിച്ചു നിങ്ങളെ. മറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്വർഗം, നരകം, മഹ്ശറ, ഹിസാബ്, സിറാത്ത്, മീസാന്. ഇനിയൊരു മറിഞ്ഞ് പ്രധാനപ്പെട്ട ഒന്നുണ്ട്. മണി കോയമന് പറയാം, ആർക്കും പറയാം. അള്ളാഹു, അതാണ് ഏറ്റവും ആദ്യത്തെ. തഫ്സീറിലൊക്കെ എങ്ങനെ പറഞ്ഞു? അള്ളാഹ് പറഞ്ഞതല്ലേ? അള്ളാഹ് നമ്മുടെ മുമ്പിലുണ്ടോ? നിങ്ങൾ നാളെ അറിയില്ല. ഹാബിൽ എന്ന് പറഞ്ഞാൽ ചെറുക്കൻ്റെ ഒരു ഇത് വിട്ടല്ലോ ഇതിൽ. അയാളതാ പറയണത്. ഹാബിലല്ലേ അതോ ഹെബേലോ? ഓൻ പറഞ്ഞ ഇതാണ്. അള്ളാഹനെങ്ങനെയാണ് കണ്ടുകൊണ്ട് ഇവിടെ ഒന്നും കണ്ടിട്ട് വിശ്വസിക്കില്ല, അത് വിശ്വസിക്കില്ല, അതിൽ പരീക്ഷണമല്ല. നമ്മളെ മുമ്പിൽ ഒന്നും എല്ലാവരിനെ കൊണ്ട് വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ അതിൽ പരീക്ഷണമല്ലല്ലോ. അതായത് പടച്ചെന്തിനാണ്? പരീക്ഷിക്കാൻ വേണ്ടിയാണ്. പരീക്ഷാ ഹാളിലാണ് നമ്മളുള്ളത് എന്നുള്ള ഒരിക്കലും മറക്കരുത്. എത്ര സ്ഥലത്താണ് ഖുർആൻ അത് പറയണമെന്നുള്ളത് പറഞ്ഞാൽ തീരുവില്ല. പരീക്ഷാ ഹാളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. പരീക്ഷൻ്റെ ടൈമാണ്. ടൈം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പരീക്ഷ എഴുതുന്നവർക്ക് വിജയം ഉണ്ടാവും. അന്തം വിട്ട് നടന്നാൽ പോയി. ഇന്ന ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി. ആണിൻ്റെയും പെണ്ണിൻ്റെയും കൂടിച്ചേർന്ന ശുക്ലകണത്തിൽ നിന്ന് ആ മനുഷ്യനെ സൃഷ്ടിച്ചത് പരീക്ഷിക്കാനാണ്. ഫജഅൽനാഹു സമീഅൻ ബസീറ. അതിനാണ് കണ്ണും കാതൊക്കെ കൊടുത്തത്. ഇമ്മാ ഷാക്കിറൻ വൈമാ കഫൂറ. ഒരു പക്ഷേ നന്ദിയുള്ളവനായിരിക്കും, അല്ലെങ്കിൽ നന്ദി കെട്ടവനായിരിക്കും എന്ന് അവിടെ അങ്ങനെ പറഞ്ഞു. തബാറക സൂറത്തിൽ ഇങ്ങനെ പറഞ്ഞു മുൽക്കിൽ. അങ്ങനെയല്ല, അവിടെ അതന്നെ പറഞ്ഞു. ഖൽഖൽ മൗത വൽ ഹയാത ലി. ജീവിതത്തെയും മരണത്തെയും അല്ലാഹു തആല പടച്ചത് തന്നെ ആരാണ് നിങ്ങളെ കൂട്ടത്തിൽ ഉത്കൃഷ്ടമായ കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതിൻ്റെ അവസാനത്തിൽ ഇങ്ങനെയുണ്ട്. ഹുവല്ലദീ അൻശഅകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത.
ഖലീലമ്മ അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾ അല്ലാഹു തആല സൃഷ്ടിക്കുകയും നിങ്ങൾക്ക് കണ്ണും കാതും മനസ്സും മസ്തിഷ്കമൊക്കെ അല്ലാഹു തആല തന്നത് നിങ്ങൾ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാനാണ്. ശുക്ർ ചെയ്യുന്നുണ്ടോ എന്നുള്ള ആ ടെസ്റ്റിനാണെന്ന് തന്നെയാണ് ആ പറയുന്നത്. എല്ലാ കഴിവുകളും മനുഷ്യന് അല്ലാഹു തആല തന്നു. അത് പരീക്ഷയ്ക്ക് എഴുതാനാണ് യോഗ്യതകൾ തന്നത്. ശാരീരികമായും ബൗദ്ധികമായിട്ടുമൊക്കെയുള്ള എല്ലാ യോഗ്യതകളോടുകൂടെയും മനുഷ്യനെ സൃഷ്ടിച്ചത് പരീക്ഷിക്കാനും ആണ്. ആ പരീക്ഷാ ഹാളിലാണ് മനുഷ്യനുള്ളത്. ആ പരീക്ഷാ ഹാളിൽ വെച്ചിട്ട് കാണാതെ അള്ളാഹുവിൽ വിശ്വസിക്കണം. കണ്ടുകൊണ്ട് വിശ്വസിച്ചിട്ട് പരീക്ഷണമില്ല. അവിടെ പരീക്ഷ എന്ന് പറയില്ല. സ്വർഗം കാണാതെ വിശ്വസിക്കണം, നരകം കാണാതെ വിശ്വസിക്കണം. അങ്ങനെയുള്ള മോമിനിങ്ങളെ പറ്റി നമ്മൾ നോമ്പിൻ്റെ ചർച്ചയിലെല്ലാം പറഞ്ഞു. ചില മോമിനിങ്ങളൊക്കെ ഉലായിക്ക ഹുമു സാദിഖൂൻ എന്ന് പറഞ്ഞ മോമിനിങ്ങളാണ്. ചിലർ ഉലായിക്ക ഹുമുൽ മോമിനൂന ഹക്ക എന്ന് പറഞ്ഞ മോമിനിങ്ങളാണ്. ഖുർആനിൽ പല മോമിനിങ്ങളുണ്ട്. നരകത്ത് പോണ മോമിനിങ്ങൾ എവിടെ കിടക്കണ? നരകത്ത് കടന്ന് കൊല്ലങ്ങളോളം നരകത്ത് കടന്ന് കരിക്കട്ടയായിട്ട് നരകത്ത് നിന്ന് നീച്ച് സ്വർഗത്തേക്ക് വരുന്ന മോമിനിങ്ങളും ഉണ്ട്. ഹിസാബില്ലാതെ സ്വർഗത്ത് പോണ മോമിനിങ്ങളുണ്ട്. ചില മോമിനിങ്ങളെ ഗുണങ്ങളൊക്കെ അല്ലാഹുവിൽ അങ്ങനെ പറയുന്നുണ്ട്. അവിടെ സൂറത്ത് ഗുജറാത്തിൽ അല്ലാഹ് പറഞ്ഞത് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബൂ വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹി ഉലൈക ഹുമുസ് സാദിഖൂൻ. യഥാർത്ഥ മുഅ്മിനീങ്ങൾ അള്ളാഹുവിലും റസൂലും വിശ്വസിക്കുകയും സുമ്മ ലം യർതാബൂ, റൈബ് പറഞ്ഞില്ലേ, അതിന് വരുന്നൊരു ക്രിയയാണ് ഇർതാബു. പിന്നെ അവർ സംശയിച്ചതേയില്ല. അള്ളാഹുവിലും റസൂലും വിശ്വസിച്ചിട്ട് പിന്നെ അവർക്ക് സംശയമേ ഉണ്ടായില്ല. സംശയമില്ലാത്ത മുഅ്മിനീങ്ങളെ പിന്നത്തെ പണി എന്താണെന്ന് പറയുക, വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം, അവരുടെ ശരീരവും സമ്പത്തും കൊണ്ട് അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ അവർ സമരം ചെയ്യുകയും ചെയ്തു. ഉലൈക ഹുമുസ് സാദിഖൂൻ, അവരാണ് സത്യസന്ധരായ വിശ്വാസികൾ. ഒരു സംശയമില്ലാത്ത വിശ്വാസം. നോമ്പിൻ്റെ ചർച്ചയിൽ കാര്യമായിട്ട് നമ്മളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഞാൻ അതിലേക്ക് ആവർത്തിക്കാൻ ഉദ്ദേശിക്കണില്ല. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹിനെ കണ്ടമാർക്കുള്ള വിശ്വാസമായിരുന്നു. സ്വർഗ്ഗമൊക്കെ കണ്ടമാർക്കുള്ള വിശ്വാസമായിരുന്നു. നരകമൊക്കെ കണ്ട പോലത്തുള്ള വിശ്വാസമായിരുന്നു സ്വഹാബത്തിനൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ഏറ്റവും വിലപ്പെട്ടതൊക്കെ കൊടുക്കാൻ യാതൊരു മടിയില്ലാതെ. ഏറ്റവും വിലപ്പെട്ട ഏതാണ്? ജീവൻ തന്നെയായിക്കോട്ടെ. സ്വന്തം ജീവൻ, സമ്പത്തും ശരീരവും അള്ളാഹിൻ്റെ മാർഗ്ഗത്തിലാണ് കൊടുക്കുകയാണ്. അതിൽപ്പെട്ട നല്ലൊരു മാതൃകയാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ജാഹിഷ് റളിയല്ലാഹു അൻഹു. ഉഹദിൻ്റെ തലേന്ന് ദ്വാരക്കാണ് പഠിച്ചവനെ, നാളെ പോർക്കളത്തിൽ നല്ലൊരു ശത്രുവിനെ എനിക്ക് കിട്ടണം, അവനോട് നല്ല പോരാട്ടം നടത്തണം, എന്നിട്ട് ആരെ കൊല്ലണം? അവൻ എന്നെ കൊല്ലണം, ശത്രുവിനാൽ ഞാൻ വധിക്കപ്പെടണം, എന്നിട്ട് എൻ്റെ മൂക്കും നാക്കും കാതുമൊക്കെ അരിഞ്ഞെടുക്കപ്പെടണം. എന്തിനാ നിൻ്റെ കോടതിയിൽ വരുമ്പോൾ ചോദിക്കണം, എന്തിനാണ് ഈ മൂക്കും ഈ കാതുമൊക്കെ മുറിക്കപ്പെട്ടതെന്ന്. അപ്പോൾ എനിക്ക് പറയാനാണ് നിൻ്റെ മാർഗത്തിലെന്ന്. നിങ്ങൾ അത് ഉഹദിൻ്റെ തലേന്ന് ചെയ്ത ദുആ അതാണ്. അംർ ഇബ്നു ജമൂർ റളിയല്ലാഹു അൻഹു ഉഹദിലേക്ക് പോയപ്പം ഒരുങ്ങി മരിക്കാൻ തയ്യാറായി അള്ളാഹിനെ കണ്ടുമുട്ടാൻ വേണ്ടി പോവുക. അങ്ങനെയാണ് ഭാര്യനോടും മക്കളോടൊക്കെ യാത്ര ചോദിച്ചിറങ്ങി. അദ്ദേഹം ഉഹദിൽ നിന്ന് പറഞ്ഞു, എനിക്ക് സ്വർഗം വാസനിക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിസങ്കീർണമായൊരു ഘട്ടത്തിൽ, ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട ഒരു ഘട്ടത്തിൽ തങ്ങൾക്ക് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമത്തിനിടയെ അമ്രും അതുപോലെ തന്നെ മകൻ ഖല്ലാദും അവിടെ എന്തായി ഷഹീദായി. പെരീന്ന് ഞാൻ തിരിച്ചു വരൂല പറഞ്ഞുകൊണ്ടും എന്നെ വീട്ടിലേക്ക് തിരിച്ച് അയക്കരുതേ എന്നും പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിയത്. അതാണ് സംശയമില്ലാത്ത ഈമാൻ എന്ന് പറഞ്ഞത്. ഇന്ന് പല മോമിനികളുണ്ട് യുദ്ധത്തിന് പോവില്ല, നിസ്കരിക്കാനൊക്കെ ചിലപ്പം പോവും, ജക്കാത്തിന് കൊടുക്കാൻ മാത്രം ഈമാനില്ല. എന്നിട്ടല്ലേ യുദ്ധത്തിന് പോലെ പൈസക്ക് തന്നെ പെരുക്കറ്റാൻ പറ്റില്ല. എന്നിട്ടല്ലേ പിന്നെ ജീവന്. യുദ്ധത്തിന് പോവുകയാണെങ്കിൽ തന്നെ എവിടെയെങ്കിലും മുനാഫിക്കുകൾ പോയി എന്നമാർക്ക് എവിടെയെങ്കിലുമൊക്കെ മൂലക്കൽ നിന്നാണ്ട് വേഗം തിരിച്ചു വരുന്ന അധികം മോമിനികളാണ് കൂടുതലുള്ളത്. ദുനിയാവത്തെ സുഖാഡംബരങ്ങൾക്കും സുഖ സൗകര്യങ്ങൾക്കൊന്നും ഒരു പോറലും ഈ ഈമാൻ കൊണ്ടും ദീൻ കൊണ്ടും ഉണ്ടാവരുത് എന്നുള്ള ആളുകളാണ്. ഓലെ പറ്റിയാണ് നമ്മൾ അന്ന്
സൂറത്ത് ഹജ്ജിൽ ഒരു തറഫിൽ നിന്നുകൊണ്ട് അള്ളാഹനെ ആരാധിക്കണവരുണ്ട്, ഒരു ഓരത്തിൽ നിന്നിട്ട്. നല്ലൊരു ഈമാനമൊന്നുമില്ല, നല്ല ഗുണങ്ങൾ ഇങ്ങനെ ഉണ്ടാവും, നല്ല മുഅ്മിനീകാരം, നഷ്ടങ്ങൾ വരുമ്പോൾ പിന്തിരിഞ്ഞു പോകുന്നതല്ലേ. വലൈക്കും സലാം. അങ്ങനത്തെ ഒക്കെ മുഅ്മിനീങ്ങളുണ്ട്. ഇത് ഏത് മുഅ്മിനീങ്ങളെന്നൊക്കെ അറിയോ? യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. മറഞ്ഞ കാര്യത്തിൽ സ്വർഗത്തിലും പരലോകത്തിലും ഒക്കെ അത്രയും ഉറപ്പാണ്. ആ മുഅ്മിനീങ്ങൾ തഹജ്ജുദിന് വേണ്ടി എഴുന്നേൽക്കും. എന്നിട്ട് ദ്വാരക്കുമ്പോൾ എങ്ങനെയാണ് പറയുക? അല്ലാഹുമ്മ അന്തൽ ഹഖ്, അള്ളാഹുവേ നീ സത്യമാണ്. വ ഖൗലുക ഹഖ്കുൻ, നിൻ്റെ വാക്ക് സത്യമാണ്. വ ലിഖാഉക ഹഖ്കുൻ, നിന്നെ കണ്ടുമുട്ടുമെന്നത് സത്യമാണ്. വൽ ജന്നത്തു ഹഖ്കുൻ, സ്വർഗം സത്യമാണ്. വന്നാറു ഹഖ്കുൻ, നരകവും സത്യമാണ്. വസ്സാഅത്തു ഹഖ്കുൻ, അന്ത്യനിമിഷവും സത്യമാണ്. വന്നബിയ്യൂന ഹഖ്കുൻ, പ്രവാചകന്മാരൊക്കെ സത്യമാണ്. അപ്പോൾ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ്കുൻ, മുഹമ്മദ് നബിയും സത്യമാണ്. അതൊക്കെ അന്നലെ തഹജ്ജുദിന് ശേഷം കാര്യം പറഞ്ഞോ? അല്ലാഹു റഊഫ് റഹീം, അല്ലാഹുമ്മ ലക അസ്ലംതു വബിക ആമൻതു വലൈക തവക്കൽതു വലൈക അനബ്തു വബിക ഖാസംതു ഫഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അൻത അഅലമു ബിഹി മിന്നി ഇന്നക അന്തൽ, ഞാൻ എന്നെ നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠിച്ചോനെ. ഞാൻ മുസ്ലിമായിരിക്കുന്നു, ഞാൻ നിൻ്റെ ആജ്ഞാനുവൃത്തിയാണ്, ഞാൻ നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്ക് മടങ്ങുകയാണ്. അതുകൊണ്ട് എൻ്റെ മുന്തിയതും പിന്തിയതും അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതും രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും ഒക്കെ പുറത്തു തരണം. എന്നെക്കാൾ നീ അറിയുന്ന എൻ്റെ അപാകതകളും അപരാധങ്ങളും ഒക്കെ നീ പുറത്തു തരണമേ. ഇന്നക അന്തൽ മുഖദ്ദിമു അന്തൽ മോഹിർ, നീയാണ് മുഖദ്ദിമും മോഹിറും, നീ മാത്രമാണ്. മുന്തിയ പാപങ്ങൾ പുറത്തു തരുന്നവനും പിന്തിയ പാപങ്ങൾ പുറത്തു തരുന്നവനും ആളുകൾക്ക് മുന്തിയ ദറജ നൽകുന്നവനും ഒക്കെ നീ മാത്രമാണ്. ലാ ഇലാഹ ഇല്ലാ അന്ത, നീ അല്ലാതെ ആരാധ്യനേ ഇല്ല. ഇതാണ് മുഅ്മിനീങ്ങൾ തഹജ്ജുദിൻ്റെ സമയത്ത് ചെയ്യുന്ന ദുആ. നിങ്ങളുടെ ദുആയാണ്. ഈ ഗ്രൂപ്പിൽ എത്രയോ തവണ നമ്മൾ ഈ ദുആ വിട്ടിട്ടുണ്ട്. അല്ലാഹുമ്മ ലക്കൽ ഹംദു അന്ത നൂറു സമാവാതി വൽ അർളി വമൻ ഫീഹിന്ന വലക്കൽ ഹംദു അന്ത ഖയ്യൂമു സമാവാതി വൽ അർളി വമൻ ഫീഹിന്ന വലക്കൽ ഹംദു അന്ത റബ്ബു സമാവാതി വൽ അർളി വമൻ ഫീഹിൻ വലക്കൽ ഹംദു അന്ത മലിക്കു സമാവാതി വൽ അർളി വമൻ ഫീഹിൻ വലക്കൽ ഹംദു അന്തൽ ഹഖ്ഖു വ ഖൗലുകൽ ഹഖ്ഖു വ ലിഖാഉക ഹഖ്ഖുൻ. അങ്ങനെയാണ് ആ ദുആ തുടങ്ങുന്നത്. തഹജ്ജുദിൻ്റെ സമയത്ത് വളരെ കറക്റ്റായ ദുആയാണ്. ഓലിങ്ങനെ അള്ളാഹിനോട് പറയണം, നിന്നെ കണ്ടുമുട്ടുമെന്നത് സത്യമാണ്. പഠിച്ചോനെ, സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്. ആയത്തുൽ അസമ പറഞ്ഞത്, ഞാൻ അങ്ങനെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ വലത്തെ ഭാഗത്ത് സ്വർഗത്തിങ്ങനെ കാണും, ഇടത്തെ ഭാഗത്ത് നരകം കാണും. നിൽക്കുന്നത് സിറാത്ത് പാലത്തിലാണെന്ന് ഞാൻ സങ്കല്പിക്കും. മുമ്പിൽ കഅബ കാണും, പുറകിൽ മലക്കുൽ മൗത്തിനെ പിടിക്കാൻ നിൽക്കുന്നുണ്ടെന്ന് ഉറപ്പിച്ചിട്ടാണ് ഞാൻ നിസ്കരിക്കൽ. വലിയ ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെത്. സ്വഹാബത്തൊക്കെ അങ്ങനെയായിരുന്നു. ഹാരിസത്തിനോടാണ് തങ്ങളൊരുക്ക് രാവിലെ ചോദിച്ച്, എങ്ങനെയുണ്ട് ഹാരിസത്തെ ഇന്ന് പുലർന്നപ്പോൾ? ഹാരിസത്ത് പറഞ്ഞു, അസ്ബഹത്തു വല്ലാഹി മുഅ്മിനൻ ഹക്കൻ, ഇന്ന് ഹക്കായ മുഅ്മിനായിട്ടാണ് ഞാൻ പുലർന്നത് നബിയെന്ന്. സത്യമായ മുഅ്മിനായിട്ടാണ് ഇന്ന് പുലർന്നത്. അപ്പോൾ തങ്ങൾ ആലോചിച്ച് പറഞ്ഞു, എന്താ പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യം? മാ ഹക്കീക്കത്തു മാ തുഖുൽ, ചിന്തിച്ച് പറയാമെന്ന് പറഞ്ഞു. ചിന്തിച്ച് പറയാനൊന്നുമില്ല, എനിക്കിങ്ങനെ സ്വർഗം നരകമൊക്കെ കാണണമാർക്കുണ്ട്. സ്വർഗസ്ഥരായ ആളുകൾ സ്വർഗത്തിലിങ്ങനെ ആനന്ദിക്കണതും നരകസ്ഥർ നരകത്തിലിങ്ങനെ കടന്നിട്ടിങ്ങനെ ആർത്ത് അട്ടഹസിച്ച് പഠിച്ചോനെ പുറത്താക്കി തരണേന്നൊക്കെ ഇങ്ങനെ പറയില്ലേ ഖുർആനിൽ പറഞ്ഞേ, അതൊക്കെ ഇങ്ങനെ കണ്ടമാർക്കാണ്. അപ്പോൾ തങ്ങൾ പറഞ്ഞത്, ഇൽസം, ഈ അവസ്ഥ നീ നിലനിർത്തിക്കോ എന്ന് പറഞ്ഞു. ഇതന്നെയാണ് ശരിക്കുള്ള. എന്നിട്ട് തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, മൻ സർറഹു ഐ യൻദുറു ഇലാ റജുലിൻ നവ്വറല്ലാഹുൽ ഈമാന ഫീ ഖൽബിഹി ഫൽയൻദുറു ഇലാ ഹാരിസ, ആർക്കെങ്കിലും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ അല്ലാഹു തആല ഈമാനിൻ്റെ വെളിച്ചം നൽകിയത് കാണാൻ പൂതിയുണ്ടെങ്കിൽ ഹാരിസത്തിനെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഹാരിസത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അബൂർ സിദ്ദീഖിൻ്റെ കാര്യമല്ലേ പറഞ്ഞത്, ഉമർ ഫാറൂഖിൻ്റെ കാര്യമല്ലേ, ഒരു സാധാ സ്വഹാബിൻ്റെ അവസ്ഥയാണ് ഈ പറയുന്നത്. ഈ ഭൂമിയിൽ ഇങ്ങനെ വലൈക്കും സലാം സ്വർഗം നരകമൊക്കെ കണ്ടമാർക്കുണ്ട്, അങ്ങനെയാണ് ജീവിച്ചത്. അവരെ പറ്റിയാണ് ഈ പറയണത്. യുഅ്മിനൂന ബിൽ ഗൈബി, അവർ ഗൈബിൽ വിശ്വസിക്കുന്നു എന്ന്. അതിൽ അല്ലാഹ് പെട്ടു, പരലോകം പെട്ടു, ഈ പറഞ്ഞതൊക്കെ പെട്ടുട്ടോ. അള്ളാഹിനെ പറ്റി ഒരു ആയത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഹുവല്ലാഹിറു വൽ ബാത്തിൻ വൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ. അല്ലാഹു തആല അനാദിയിലുള്ളവനാണ്,
തുടക്കമല്ലല്ലോ അതാക്ക്. അപ്പോൾ അള്ളാഹ് മാത്രമേ ഉള്ളൂ. ആഖിറുമാണ്, അവസാനം ഇവിടെ ആരേ ഉണ്ടാവുള്ളൂ, അള്ളാഹ് മാത്രമേ. ലാഹിറാണ്, അള്ളാഹുത്തിലെ പ്രകടമായവനാണ്, എന്നാൽ ബാത്തിനും ഗോപ്യമായവനുമാണ്. അതൊരു പോയിൻ്റാണ്. അതായത് മറഞ്ഞവനാണെന്ന് വെച്ചാൽ മറഞ്ഞവനാണ്, എന്നാൽ നല്ല ഈമാനുള്ളവർക്ക് അള്ളാഹിനെ എപ്പോഴും ഇങ്ങനെ കാണണമാർക്ക് തന്നെയാണ്. ലാഹിറാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഓരോ അണുവിലും ഞാൻ അള്ളാഹിനെ കാണും. മാ റഅയ്തു ഷൈഅൻ, ഒന്നിനെയും ഞാൻ കണ്ടില്ല, ഇല്ലാ റഅയ്തു ഖബ്ലഹുല്ല, അതിൻ്റെ മുമ്പേ ഞാൻ അള്ളാഹിനെ കണ്ടിട്ടല്ലാതെ ഒന്നിനും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ മുഅ്മിനീങ്ങളോട് ചോദിക്കുകയാണ്, ഏതെങ്കിലും ഒന്നിനെ കാണുമ്പോൾ നമുക്ക് അള്ളാഹിനെ ഓർമ്മയാണുണ്ടോ? മുഅ്മിനിക്ക് എന്ത് കണ്ടാലും അള്ളാഹിനെ ഓർമ്മയാവണം. അഫ്ളലു ഈമാനിൽ മർഇ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല ഈമാൻ എന്താണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയണോ? കാരണം ഞാൻ അതിനാത്രം വട്ടം ക്ലാസ്സിൽ പറഞ്ഞതാണ്. അഫ്ളലു ഈമാനിൽ മർഇ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ വിശ്വാസം എന്ന് പറയുന്നത് അൻ യഅലമ, അവനക്ക് ബോധ്യമാവലാണ്, അന്നല്ലാഹ മഅഹു ഹൈസു കാന, എവിടെ ആകുമ്പോഴും അള്ളാഹുവിനൊപ്പം ഉണ്ട്. അള്ളാഹ് എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് ആരെയും പറഞ്ഞിട്ടാണോ ഭയമോ? നിങ്ങളങ്ങനെ പറയണം. അങ്ങനെയൊക്കെ പറയണമല്ലോ. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. എന്നോടൊക്കെ ചെറുപ്പക്കാരൻ ആരെങ്കിലും ഉസ്താദേ അള്ളാഹ് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ അവൻ്റെ കഥയൊക്കെ പലപ്പോഴും പറഞ്ഞാണ്. ഒരു പെയിൻറ്റിങ്ങുകാരനായി ഒരു വയനാട്ടിൽ നിന്ന് വന്ന് വലിയ പൈസക്കാരനായി ഹജ്ജിന് പോവുകയാണ്. പ്രതീക്ഷിക്കാതെ ഹജ്ജിന് ഓർഡർ കിട്ടിയപ്പോൾ ആ സന്തോഷം വന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറയുകയാണ്, ഈ ഘട്ടങ്ങളൊക്കെ അള്ളാഹ് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അത് പണ്ട് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞതാണ്. ചെങ്കടൽ തീരത്ത് നിന്ന ആ ഒരു സമയമുണ്ടല്ലോ, കൂടെ ഉള്ളവരൊക്കെ മുഅ്മിനീങ്ങൾ പറയുകയാണ്, മൂസാ നബിയെ നമ്മൾ പിടികൂടപ്പെട്ടു പോയി, രക്ഷല്ല. എങ്ങനെ രക്ഷ? മുമ്പിൽ ചെങ്കടൽ, ബാക്കിൽ ഫിറോനും പരിവാരങ്ങളും, രക്ഷല്ലോ. ഇന്നാല മുതറക്കൂ എന്ന് പറഞ്ഞപ്പോൾ നബി പറയാണ്, കല്ലാൻ, ഒരിക്കലും നാം പിടികൂടപ്പെടുകയില്ല. ഇന്നമഇ റബ്ബി, നിശ്ചയം എന്നോട് കൂടെ എൻ്റെ റബ്ബുണ്ട്. നിശ്ചയം എന്നാണ് കോയാമോ, ഇന്നാന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. മഇ റബ്ബി പറഞ്ഞാൽ എൻ്റെ കൂടെ റബ്ബുണ്ട് എന്നാണ്. ഇന്ന മഇ റബ്ബി, ആ ഇന്നൊക്കെ അങ്ങനെയല്ല, ഭയങ്കരം ഇതാക്കി പറയണ്ടേ, ഉന്നതാക്കി. തീർച്ചയായിട്ടും എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. സയഹ്ദീൻ, റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും. അങ്ങനത്തെ ആളുകളില്ലേ? ചിലപ്പോൾ നിങ്ങളൊക്കെ തന്നെ അങ്ങനെയാണ് ഈ കാരണം. എവിടെ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും പതറൂല, ഒരു വഴിയല്ല തുറന്നു തരും. ആ കരുതലിനിക്കും ആ തവക്കുലിനിക്കുമാണ് വലിയ ബർക്കത്തുള്ളത്. അതിനാണ് അതൊക്കെ അല്ലാഹു തആല ഖുർആനിൽ ഉദ്ധരിച്ചിരിക്കുന്നത്. ആ ഈമാനിക ജീവിതങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്, എത്ര വിജയമല്ലേ അത്. ആ അവസ്ഥയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ എത്ര വലിയ വിജയമാണ്. അതിങ്ങനെ റഹ്മത്തുണ്ടാവുമ്പോൾ മാത്രമല്ല, ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോഴും എൻ്റെ റബ്ബിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ബസ്സിരി സ്വാബിരീൻ അല്ലദീന ഇദാ അസാബഹുൽ മുസീബത്തു ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്ത് വിപത്തുകൾ വരുമ്പോഴും ഒരു പതറലും ഓൽക്കുണ്ടാവും. ഒരു പറയും, ഞങ്ങൾ അള്ളാൻ്റെതാണ്, അള്ളാഹിലേക്ക് തിരിച്ചു പോകാനുള്ളതാണ്. അതേ മൂസാ നബിയിൽ വിശ്വസിച്ച ആ സാഹചര്യങ്ങൾ ഫിറോൻ നിങ്ങളൊക്കെ ഞാൻ കൊല്ലും, നിങ്ങളെ കയ്യും കാലും മുറിക്കും, നിങ്ങളെ ക്രൂശിക്കും, ഉസല്ലിബന്നക്കും, ഞാൻ നിങ്ങളെ ക്രൂശിക്കും. ഇപ്പോൾ ക്രൂശിക്കലൊന്നുമില്ല, കൊന്ന് കെട്ടി തൂക്കണേ, ഇവിടെ കഴുകന്മാർ കൊത്തി കീറാണ്. അപ്പോൾ ഒരു പറയാണ്, ഇന്നാ ഇലാ റബ്ബിന മുൻകലിബുൻ വമാ തങ്കിമു മിന്നാ ഇല്ലാ നാമന്നാ ബി ആയാത്തി റബ്ബിന ലമ്മാ ജാഅത്തിന. ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഇജ്ജ് കൊന്നോ. ഫിറോനോട് പറയണേ, ഞങ്ങൾ അള്ളാൻ്റെ ആയത്തിൽ വിശ്വസിച്ചത് കൊണ്ടല്ലേ നീ ഞങ്ങളെ കൊല്ലണത്, ഞങ്ങൾ ആ അള്ളാൻ്റെ അടുത്ത് പോയിക്കോളാം. പോയി. അവർ രാവിലെ കാഫറായിട്ട് മൂസാ നബിനെ തോൽപ്പിക്കാൻ വേണ്ടി വന്നു, വൈകുന്നേരം മുഅ്മിനായിട്ട് ഷഹീദായി സ്വർഗ്ഗത്തേക്കും പോയി എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. മുഅ്മിനീങ്ങൾക്ക് പ്രതിസന്ധികൾ ഉണ്ടാകാനൊന്നുമില്ല, ആ പ്രതിസന്ധിയിൽ പോലും ഒരു പതറൂല എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ മുദ്രാവാക്യം മനസ്സിലോടെ വേണം, ഇന്നമഇ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. അതിലാറ് ഗംഭീരമായിട്ടുള്ളത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗർ ഗുഹയിൽ വെച്ച് പറഞ്ഞതാണ്. ഇന്നല്ലാഹ മഅന. സിദ്ദീഖ് അള്ളാഹിനോട് പറയാണ്, അള്ളാഹ് ഉണ്ട് കൂടെ, തീർച്ചയായിട്ടും ഇന്നുണ്ട്,
തീർച്ചയായിട്ടും അള്ളാഹ് നമ്മളെ കൂടെ ഉണ്ട്. എന്തിനാ ബേജാറാണ് സിദ്ദീഖേ? ഇത് യഖൂലുലി സ്വാഹിബിഹി ലാ തഹസൻ, വ്യസനിക്കണ്ട, ഇന്നല്ലാഹ മഅന, അള്ളാൻ്റെ ഒപ്പം. ഫഅൻസലല്ലാഹു സക്കീനത്തഹു അലൈഹി. ഇതാണ് ഈമാൻ. അഫ്ളലു ഈമാനുൽ മർഇ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഈമാൻ അയ്യാലം, അവന് ബോധ്യം ഉണ്ടാവലാണ്, അന്നല്ലാഹ മഅഹു, അള്ളാഹ് കൂടെ തന്നെ ഉണ്ട്, അയ്തുകാന എവിടെ ആകുമ്പോഴും. ഇതാണ് ശരിക്കുള്ള ഈമാൻ. നമ്മളൊക്കെ അവിടെയാണ് ഉണ്ടാവേണ്ടത്. നമ്മൾ ഉറങ്ങുമ്പോൾ എന്താ പറഞ്ഞത്? വബിക്കാറുഫോ, പഠിച്ചോനെ ഞാൻ ഇവിടെ കിടക്കുകയാണ്, ഉറങ്ങുകയാണ്, നിൻ്റെ കൃഫുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഉണരുള്ളൂ. ഉണർന്നപ്പോൾ പറഞ്ഞു അൽഹംദുലില്ലാഹി ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ, അള്ളാഹ്ക്ക് സ്തുതി, അവനാണ് ഇപ്പോൾ ജീവിപ്പിച്ചത്, ഉണർത്തിയത് അവനാണ്. പിന്നെ നേരെ ബാത്റൂമൊക്കെ പോയത്, ബിസ്മില്ലാ അഊദു ബില്ലാഹി മിനൽ ഖുബുസി വൽ ഖബാഇസി, പഠിച്ചോനെ കാക്കണേ ശൈത്താനെ തൊട്ടെന്നൊക്കെ പറഞ്ഞ് കയറി മൂത്രയിച്ച് വന്നുകൊണ്ട് പറയുകയാണ് ഗുഫ്റാനക അൽഹംദുലില്ലാഹി ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനി. കേൾക്കുന്നുണ്ടോ? പഠിച്ചോനെ പുറത്ത് തരണേ. ഗുഫ്റാനക അൽഹംദുലില്ലാ, എല്ലാ സ്തുതി അള്ളാഹ്ക്കാണ്. എങ്ങനത്തെ അള്ളയാണ്? അദ്ഹബ അന്നിൽ അദാ വഅഫാനി, ഇടങ്ങാറൊക്കെ നീക്കി തന്നു, സൗഖ്യമാക്കി തന്നു. മൂത്രമൊക്കെ ഒന്ന് സ്റ്റക്കായി നോക്കണം കോയാമോ, അപ്പോഴേ അറിയുള്ളൂ ആ ദിക്കറിൻ്റെ വലുപ്പം എന്താണെന്നുള്ളത്. ഈ കഴിഞ്ഞ ആഴ്ച ഒരാൾക്ക് ബോധ്യമായി, മൂത്രം പോകാൻ സുബൈക്ക് നീച്ചിട്ട് 9 മണിക്കാണ് മൂത്രം പോണത്, അതുവരെ മൂത്രം പോയില്ല. ആളെ കണ്ടോണോ സബീറെ? ആളെ കണ്ടുകൊണ്ടേ ഇരിക്കണം. ഇപ്പം കേട്ടാണ്, ഇപ്പം കണ്ടില്ല. 9 മണി വരെ മൂത്രം പോകണ്ടേ? നല്ല മൂത്രമൊക്കെ മുട്ടിയൊരു മൂപ്പന് ചെന്ന് മൂത്രം പോകണില്ല. നല്ല ഭയങ്കര മുട്ടിണ്ടല്ലോ മൂത്രമൊക്കെ മുട്ടലിൻ്റെ നോക്കൊണ്ടാണ് ആ പോകത്തോ. ഒരു 9 മണിയായപ്പോൾ അങ്ങനെയാണ് പോവുക. അപ്പോഴേ എൻ്റെ വില അറിയുള്ളൂ. ഗുഫ്റാനക, പുറത്ത് തന്നെ റബ്ബേ, ഇതിനൊക്കെ പാടൊന്നും ശുക്ർ ചെയ്യാൻ കഴിയൂല. എവിടെ ഉള്ള കൂടല്ലാത്ത? വെള്ളം കുടിച്ചെങ്കിലും, വെള്ളം കുടിക്കണേ വെള്ളം വേണ്ടേ? വെള്ളം അല്ലാരണ്ടേ? അത് കുടിച്ചിങ്ങനെ മൂത്രത്തിന് വയ്ക്കും, അല്ലാത്ത വയ്ക്കും പോകാനുള്ളൊക്കെയുള്ള സംഗതിയൊക്കെ ശരീരത്തിൽ വേണ്ടേ? അല്ല എവിടെ ഒപ്പല്ലാത്ത? പിന്നെ ചായ അടിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി ലദീ സഖാനി ഹാദാ മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ്വത. ഇനി വെള്ളം കുടിക്കും ചില ആളുകൾ ഉണർന്ന ആദ്യം തന്നെ. ഒരേറ്റിൽ വെള്ളം കുടിക്കാൻ പാടില്ലെന്നുണ്ടോ? ചിലരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അല്ലാഹു ആലം. ഏതെങ്കിലും ഒരു ഹദീസ് കണ്ടിടണമെന്ന് അങ്ങനെ തീരുമാനിക്കാനൊന്നും പറ്റില്ല. ആ ഹദീസ് ഇമാമിയങ്ങൾ എടുത്ത ഹദീസാണോ അല്ലേ എന്നൊക്കെ നോക്കണം. ഞാൻ കുടിക്കലുണ്ട്. അതെ, വെള്ളം കുടിക്കണമല്ലോ വെറൈറ്റിയിലേ. ഡോക്ടർമാരും ശാസ്ത്രജ്ഞന്മാരൊക്കെ അങ്ങനെയാണ് പറയണമെന്ന് തോന്നുന്നുണ്ട്. എന്താണെങ്കിലും നമ്മളെ അനുഭവം അങ്ങനെയാണ്, വെള്ളം കുടിച്ചെങ്കിൽ ഒന്നാണ്ട് ഉഷാറാവുള്ളൂ. അപ്പോൾ ഏതോ ഒരു ഹദീസിൽ അങ്ങനെ കണ്ടു എന്നൊക്കെ വരും. പല ഹദീസും നമ്മൾ എന്താക്കുന്നുണ്ട്, തള്ളുന്നുണ്ട്. സ്വയ്യ ഹദീസ് തന്നെയല്ല നമ്മൾ എടുക്കണില്ല. ഇത് സ്വയ്യ ഹദീസാണ്, ഇതും സ്വയ്യ ഹദീസാണ്, ഇത്രയും പറയുന്നുള്ളൂ. തിരിഞ്ഞോൽക്ക് തിരിഞ്ഞു ഇവിടെ നോക്കി. ഇതും സ്വയ്യ ഹദീസാണ്, ഇതും ഇമാമികൾ എന്ത് ചെയ്തു? ഇത് വിട്ടു, നിസ്കാരത്തിൽ ഇത് വേണ്ടാറുണ്ട്, ഇതേക്കോട്ടെ. ഞാൻ മനസ്സിലായോ? ആണേ മനസ്സിലാക്കിയാൽ മതി. ആ ആ ആ ആൾ രണ്ടും അറിയുന്ന ആളാണ് കുറേയൊക്കെ അല്ലേ, എന്നെ തോന്നുന്നു. ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അള്ളുണ്ട്, ഒപ്പമുണ്ടേ, ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ മനസ്സില്ല, നാവിൽ അതൊക്കെ എപ്പോഴും ഇങ്ങനെ വരുന്നുണ്ട്, അല്ല നമ്മളെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അല്ലാഹു തആല ഗൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒപ്പം തന്നെ ഉണ്ട് അല്ലാഹു തആല. യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ ഗൈബിൽ വിശ്വസിക്കും, അദൃശ്യമായ കാര്യങ്ങൾ വിശ്വസിക്കും, മറഞ്ഞ കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ അള്ളാഹിനെയാണ് തഫ്സീറിലൊക്കെ പറയുന്നത്. ആ അള്ളാഹ് ശരിക്കും മറഞ്ഞല്ല, അള്ളാഹ് നമ്മളൊപ്പം തന്നെ. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ് വലഖദ് ഖലഖനൽ ഇൻസാന, മനുഷ്യനെ നാം സൃഷ്ടിച്ചത് എപ്രകാരമാണെന്ന് വെച്ചാൽ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, മനുഷ്യൻ്റെ മനസ്സിൻ്റെ മനനങ്ങൾ, ഉദിപ്പുകൾ പോലും നാം അറിയുമാറാണ്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, ജീവനാഡിയേക്കാൾ ഞാൻ തൊട്ടടുത്തുണ്ടെന്ന് അതിൽ പറയണം. മനസ്സിലായോ? അപ്പോൾ യുമിനൂന ബിൽ ഗൈബി പറയണമെങ്കിൽ അതെന്നെ പറയാണ്ട് കുറേ അവിടെ അത് നിർത്തുക.
യുഅ്മിനൂന ബിൽ ഗൈബിയാണ് ഒന്നാമത്തെ കാര്യം. പക്ഷേ ഈമാനെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾക്കിപ്പോൾ മുഅ്മിനാണ്, മുഅ്മിന് പല കാറ്റഗറി ഉണ്ട്. മുഅ്മിൻ ഇങ്ങനെ ഈമാൻ ഇങ്ങനെ ശോഷിച്ചു കൊണ്ടിരിക്കുന്നു റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. വസ്ത്രങ്ങൾ പഴകി ദ്രവിക്കുന്നത് പോലെ ഈമാനും അങ്ങനെ സ്വഭാവം ഉണ്ടാവല്ലോ, അത് പുഷ്ടിപ്പെടും ചെയ്യും, ദ്രവിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ പുതുക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ പുതുക്കണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിച്ചോളി എന്നാൽ തങ്ങളതിന് പരിഹാരം പറഞ്ഞിട്ടുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് നല്ലോണം പറഞ്ഞാൽ ഈമാൻ കൂടി വരുന്നതാണ്. പറയും പോലെ പറയണം. ലാ ഇലാഹ, ആരാധനയേ ഇല്ല, ഇല്ലല്ലാഹു, അള്ളാഹു അല്ലാതെ. ആ ഇല്ലല്ലാഹ് പറയുമ്പോൾ മനസ്സിൽ അള്ളാഹ് മാത്രമേ ഉണ്ടാകാവൂ. അള്ളാഹിൻ്റെ മഹത്വങ്ങളും ഗാംഭീര്യങ്ങളും പറഞ്ഞാൽ തീരാത്ത, വർണ്ണിക്കാൻ സാധ്യമല്ലാത്ത അത്ര മഹത്വങ്ങളുണ്ട് അള്ളാഹു തആലക്ക്. അള്ളാഹിൻ്റെ ഗാംഭീര്യവും മഹത്വമൊക്കെ മനസ്സിലിങ്ങനെ കണ്ടിട്ട് ലാ ഇലാഹ, ഒരാരാധനമില്ല ഇല്ലല്ലാഹ് അല്ലാതെ. പള്ളിക്ക് പോകുമ്പോൾ തന്നെ അങ്ങനെ ആലോചിച്ച് പോകേണ്ടതെന്നുള്ളതാണ്. വീട്ടിൽ നിന്ന് ഓതു ചെയ്ത് ജമാഅത്തിന് പോകുമ്പോൾ അള്ളാഹിൻ്റെ പരിശുദ്ധി മഹത്വമൊക്കെ ആലോചിച്ചിട്ടായിരിക്കണം പോകേണ്ടത്. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോഴൊക്കെ എൻ്റെ അർത്ഥതാണ്, അള്ളാഹ് പരിശുദ്ധനാണ്, അള്ളാഹ്ക്ക് യാതൊരു ന്യൂനതയുമില്ല, കുറവില്ല, എല്ലാ തികവും സമ്പൂർണ്ണതയും ഉള്ളവനാണ് അള്ളാഹു എന്നാണ് ഏത് പറഞ്ഞാലും സുബ്ഹാനല്ലാഹ്. അതെന്നല്ല അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ് എല്ലാ സ്തുതി അള്ളാഹു തആലക്കായത്? അള്ളാഹു അക്ബർ ആയത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട്, നാവിലുള്ളൂ, മനസ്സിലേക്ക് ഇറങ്ങിയിട്ടുള്ള തറാറാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ. ഹദീസിൽ ഇങ്ങനെയുണ്ട്, സ്വർഗത്തിനൊരു താക്കോലുണ്ട്, അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അവിടെ ഇമാമിങ്ങൾ പറയുന്നുണ്ട്, താക്കോലിന് പല്ലുണ്ടെങ്കിലേ തുറക്കുള്ളൂ, പല്ലില്ലാത്ത താക്കോൽ കൊണ്ട് തുറന്നാൽ എന്താവില്ല, താക്കോലിനൊക്കെ പല്ലൊക്കെ പോയിക്കണം, ആ പ്രശ്നം. പല്ലിൻ്റെ ഇഖ്ലാസാണ്. ഇഖ്ലാസോട് കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ദോഷം ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. ദോഷങ്ങൾ ചെയ്യൂല, അഥവാ ചെയ്തത് തന്നെ അസ്തഗ്ഫിറുല്ലാഹ് പടച്ചോനെ എന്നുള്ളതൊക്കെ ഉണ്ടാവും. ഒരു ഇലാഹുമില്ല അള്ളാഹു അല്ലാതെ, വേറെ ഇലാഹ് ദേഹേച്ഛയാണ്. അപ്പോൾ ദേഹേച്ഛനൊന്നും ഞാൻ എന്താക്കൂല. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കുക ഒന്ന്. പിന്നെ ദോഷങ്ങൾ ചെയ്യൽ കാരണമായിട്ട് ഈമാൻ ഭയങ്കര പരിക്ക് പറ്റുന്നതാണ്. അത് നമ്മളെപ്പോഴും പറഞ്ഞൊരു ഹദീസുണ്ട്, എന്താണെന്നറിയോ? ഇന്ന നദറ, ഹറാമായ നോട്ടം. റസൂലുള്ളാഹി പറയാണ്, സഹ്മും മിൻ സിയാമി ഇബ്ലീസ മസ്മൂം, ഇബ്ലീസിൻ്റെ വിഷലിപ്തമായ അസ്ത്രമാണ് ഹറാമായ നോട്ടം. മൻ തറക്കഹോ മഖാഫത്തി, നല്ലോണം ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ അർത്ഥം, എന്നെ പേടിച്ചിട്ട് ഒരാളൊരു ഹറാമായ നോട്ടം ഉപേക്ഷിച്ചാൽ, പടച്ചോൻ കാണണ്ടല്ലോ നോക്കിക്കൂടാച്ചിട്ട് കണ്ണും കണ്ട് നിയന്ത്രിച്ചാൽ, അബ്ദൽ തുഹു ഈമാനൻ, അതിന് പകരം ഞാൻ അവനക്ക് ഈമാൻ കൊടുക്കും. യജിദു ഹലാവത്തഹു, ആ ഈമാനിൻ്റെ മാധുര്യം അവൻ അനുഭവിക്കും ഫി കൽബിൻ്റെ ഹൃദയത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒരു വല്ലും ബ്രേക്കില്ലാതുള്ള ഹറാമൊക്കെ നോക്കിയാൽ ഈമാനൊക്കെ പറ്റ ചോർന്നു പോകുന്ന മനസ്സിലേ. അത് ഈ ഇബ്ലീസിൻ്റെ വിഷലിപ്തമായ അസ്ത്രമാണ്. ഈമാന് ഭയങ്കരമായി പരിക്ക് പറ്റും. നോക്കിയാൽ മാത്രമല്ല, ഏതൊരു ഹറാമ് ചെയ്താലും അങ്ങനെയാണ്. ഗീബത്ത് പറഞ്ഞാൽ, കേട്ടാൽ, ഇതൊക്കെ ആകുമ്പോൾ നമ്മളൊക്കെ ചെയ്യാം. അസൂയ, അഹംഭാവം, ഈമാന് നല്ല പരിക്ക് പറ്റും. റിസ്ക് എടുത്തിട്ട് നമ്മളൊരു തെറ്റുന്നതിന് വിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഈമാൻ അങ്ങനെ കൂടി വരും, മധുരം കിട്ടാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മൾ ഈ മൊബൈൽ വേണമെന്നാ വേണ്ട, ആ മൊബൈൽ എടുത്തിട്ടില്ല വണ്ടിയിൽ നിന്നല്ലേ, വേണ്ട, കുഴപ്പമില്ല. ഞാൻ മൊബൈൽ എടുത്തില്ലല്ലേ, വേണ്ട 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 വണ്ടിയിലുണ്ട്, കുഴപ്പമില്ല. കൊണ്ടുവരാക്കാൻ വേണ്ടത് മർക്കരാജി കൊണ്ട് പറഞ്ഞാൽ മർക്കരാജി പറയൽ ഞായറാഴ്ച 10 കഴിഞ്ഞിട്ടേ പരിപാടി ഉള്ളൂ എന്നാണ്. നമുക്ക് ഇന്നെ പറ്റി അങ്ങനെ മനസ്സിലാക്കട്ടെ, ഞായറാഴ്ച 10 മണി വരെയൊക്കെ ക്ലാസ്സാണ്. നിങ്ങളെ കൂട്ടത്തിൽ തന്നെ ചിലരൊക്കെ വിളിച്ചു ചിലപ്പോൾ, എന്താ ഇപ്പോൾ വരക്കണം, നമ്മൾ സോക്കർ അങ്ങനെ വിളിക്കൽ, അതൊന്നും കിട്ടില്ല എന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആരെയും വിളിച്ചവർക്കൊക്കെ വേണ്ടി നമുക്ക് ലാസ്റ്റ് ഒന്ന് വരക്കും ചെയ്യാം. നമ്മൾ വിഷയം എന്താ നിങ്ങൾക്കറിയോ? അതുകൊണ്ട് മൊബൈൽ വേണോ വേണ്ടേ? പല ആളുകളും മൊബൈൽ മാറ്റി വെച്ചേക്കാണ്, ഹറാമായ നോട്ടം വരുവിച്ചിട്ട്, ഈമാൻ പോവിച്ചിട്ട്. കണ്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇല്ലേ ചിലരൊക്കെ റമദാൻ മാസത്തിൽ ഇൻസ്റ്റാഗ്രാം ഓഫാക്കി വെച്ചു. റമദാൻ കഴിഞ്ഞിട്ടല്ലോ തുറന്നിട്ടുണ്ടാവും. റമദാനിൽ പറ്റാത്തൊന്നും റമദാൻ കഴിഞ്ഞാലും വേണ്ടെന്ന് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്, ഈമാന് പരിക്ക് പറ്റേണ്ട വെച്ചിട്ട് ആ മൊബൈൽ തന്നെ വേണ്ടെന്നോലൊക്കെ ഉണ്ട്. അതിലൊരാളാണ് മോമിനിങ്ങളെ. ആ കൊറോണ കാലഘട്ടത്തിൽ ക്ലാസ്സൊക്കെ ഓൺലൈനിലായിരുന്നല്ലോ. അന്ന് വയത് വേണം ഒരാൾക്ക്, വയത് നല്ല കമ്പാണ്. അവരുടെ മൊബൈലുണ്ടായാൽ അത് വേണ്ട. ആ ആളൊക്കെ സുബൈക്ക് വെള്ളിയാഴ്ച പള്ളിക്ക് വരുന്ന ആളാണ്.
സുബൈക്ക് പള്ളിക്ക് വെള്ളിയാഴ്ച വന്നിട്ട് ജുമ കഴിഞ്ഞിട്ട് പോണ ഒരാളാണിത്. ആ മൊബൈൽ വേണ്ടാറ്. അങ്ങനത്തെ ഉണ്ട്. നമുക്ക് അത്ര തന്നെ തക്കവല്ലാത്തതുകൊണ്ട് നമുക്കൊരു ഐഡിയ വേറെ ഞാൻ പറഞ്ഞുതരാം. പണ്ട് പറഞ്ഞില്ലേ കരിമാജി, നമ്മളെ മൊബൈൽ ഉപയോഗിക്കുക, എന്നിട്ട് അതിൽ മാണ്ടാത്ത ചിത്രം വരുമ്പോൾ കണ്ണും തിരിക്കൂല അള്ളാഹ്ക്ക് വേണ്ടി. അപ്പോൾ നമ്മൾ ഈമാൻ എന്താവും? ഇതൊരു മതേബാണ്, അതൊരു മതേബാണ്, അതാണ് നല്ല മതേബ് എന്ന് ഞാൻ കുറേ ആളെനിക്കറിയാം അങ്ങനത്തെ പോലെ. നിങ്ങളൊക്കെ പ്രായമുള്ള ആളുകൾ ഓൺലൈനിലുള്ള ക്ലാസ്സൊന്നും വയലൊന്നും വേണ്ട, അത് ഹറാമായ നോട്ടം വരും. അപ്പോൾ എനിക്കിങ്ങനെ ഐഡിയ ഇങ്ങനെ തോന്നിയത് ശൈത്താൻ തോന്നിപ്പിച്ചാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ, ഇത് ഹറാമായ നോട്ടം അല്ലാക്കാൻ വേണ്ടിയിട്ട് മാറ്റുമ്പോൾ നമുക്ക് ഈമാൻ കൂടുമല്ലോ, അവിടെ മൊബൈൽ കൊണ്ടെടുക്കുക എന്നാണ് ഇപ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് പറയണത്. അത് ശൈത്താൻ പറയുകയാണ് ഈ കാര്യം, ചിലപ്പോൾ അല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. ചുരുക്കി പറയുകയാണെങ്കിൽ അള്ളാഹു തആല നമുക്ക് ഈമാൻ തന്നിട്ടുണ്ട്. ഗൈബ് കൊണ്ടുള്ള ഈമാൻ നമുക്ക് അള്ളാഹു തആല തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ഞായറാഴ്ച ഇവിടെ ഒന്നും കുത്തിരിക്കൊന്നുമില്ലല്ലോ. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാവുമോ? ഈ ഞായറാഴ്ച നേരം വെളുത്ത് പലരും പല ദൂരത്ത് നിന്ന് വന്ന ആളുകളാണ്. ഇപ്പം എനിക്ക് പരിചയമില്ലാത്തവരൊക്കെ കുറേ ഉണ്ട്. നിങ്ങൾ തിരൂന്നാ പറഞ്ഞാണോ? ശരി. ഒരു തിരൂന്നാണ് പോകുന്നത്. അല്ലെങ്കിൽ വിളിച്ചിരുന്നു എന്താ ചോദിക്കാണ്ടൊക്കെ പറഞ്ഞേ. അപ്പോൾ ഞായറാഴ്ച കൂടെ ഉണ്ടായിട്ട് വന്നാണ്. അന്നമാർക്ക് എല്ലാവരും വലിയ റിസ്ക് എടുത്ത് പല പരിപാടികളും മാറ്റി വെച്ച് വന്ന് ഈ ഇരിക്കലൊന്നും ഇപ്പം ഉണ്ടാവില്ലല്ലോ. ആ സാധനം അല്ല നമുക്ക് തന്നിട്ടില്ലെങ്കിൽ ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. വേറെ എന്ത് കാര്യം ഇതിലുള്ളത്? ഇപ്പോൾ പ്രതീക്ഷ ഉണ്ട് മോമിനികളെ. അപ്പോൾ അത് ഉഷാറാക്കാനാണ് ഞാൻ പറയണത്. പരമാവധി തെറ്റുകളിൽ നിന്ന് വിട്ട് നിൽക്കുക, ഹറാമുകളിൽ നിന്ന് വിട്ട് നിൽക്കുക. അപ്പോൾ ഈമാൻ തിളങ്ങും. ഹറാമുകൾ ചെയ്യും തോറും ഈമാന് പരിക്ക് പറ്റും. അതും തീരെ മനഃസാക്ഷിയില്ലാതെ തെറ്റ് ചിലപ്പോൾ മുർത്തതായി പോയെന്നും വരും. ഒരു അനുഭവം കൂടി പറയാനിറങ്ങിയാൻ മൊബൈലിനല്ലേ. ഞാനും ഷബീറും രണ്ട് മതബാണ്. ഷബീർ ഭയങ്കര കർശനത്തിൻ്റെ ആളാണ് കുട്ടികളോട്. അതാണ് വേണ്ടത്. ഷബീർ പറഞ്ഞ നിലപാട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ DJ വണ്ടി അവൻ്റെ പടിക്ക് കൂടെ വന്നപ്പോൾ കുട്ടികളെ കാണാൻ അയച്ചില്ല എന്നാണ് പറഞ്ഞത്. അല്ല, കുട്ടികളൊക്കെ ഉഷാറാകട്ടെ, നല്ല മുത്തക്കിങ്ങളാകട്ടെ. അപ്പോൾ ഞാൻ പറയണത് ഈ നേരത്തെ പറഞ്ഞേക്കുന്ന ചെയ്ത്താൻ പറഞ്ഞവരാണെന്ന് അറിയില്ല. കുറച്ചൊക്കെ അയവ് കൊടുക്കഴിഞ്ഞാൽ കുട്ടികൾ ചിലപ്പം ഭയങ്കര പിന്നെ സ്വാതന്ത്ര്യം കിട്ടുമ്പോഴേ വല്ലാതെ കുരുത്തക്കേട് കാട്ടും ചില കുട്ടികൾ. ചിലതങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. വളരെ വിശ്വാസയോഗ്യമായിട്ട് എന്നോട് ഒരാൾ പറഞ്ഞത്, നമ്മളൊരു ഉമർ മൗലവിൻ്റെ മകൻ ഒരു വേറെ കോലത്തിൽ പോയി കാണല്ലോ. അയാളിവിടെ DD ഒക്കെ ചെയ്യുന്നല്ലോ, ഒരു തോടൊക്കെ വെച്ചിട്ട് ഒരു സന്യാസികളന്മാർക്ക് കണ്ടില്ലേ. അത് ചെറുപ്പത്തെ കർശനം ഓവറായതാണ് എന്ന് ഒരാൾ എന്നോട് ഒരു നിഗമനം പറഞ്ഞിട്ടുണ്ട്. നന്ന ചെറുപ്പത്തിൽ ഭയങ്കര കർശനമാക്കുന്ന ചില കുട്ടികളുടെ കാര്യത്തിൽ വിപരീത ഫലം ചെയ്യും. ഈ ദീനത് ശരിയാവില്ല, ഈ അള്ളി റസൂലൊന്നും ശരിയാവില്ല, ഇതൊരു DJ ജാതിയുടെയും കാണാൻ പറ്റില്ല, അങ്ങോട്ട് നോക്കാനും പറ്റില്ല, ഇങ്ങോട്ട് നോക്കാനും കളിച്ചാനും പറ്റില്ല. ആയിക്കോട്ടെ, ചിലരൊക്കെ പന്തളി ഹറാമാണ്, എല്ലാം ഹറാമാക്കും. ഹറാമില്ലാത്ത പെരുന്നാളിൻ്റെ പടക്കം പൊട്ടിക്കലും ഹറാമാണ്, എല്ലാം ഹറാമാക്കും ചില ആളുകൾ. എന്നാൽ ഇപ്പോൾ ഈ ഇസ്ലാം ശരിയല്ലോ എന്ന് തീരുമാനിച്ചു ചില കുട്ടികൾ ചെയ്താൻ ചില കുട്ടികൾക്ക് ഉഷാറായി വരും ചെയ്യും. ആകെ ചിന്തിക്കാനുണ്ട് എന്നേ ഞാൻ പറയണുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും മതം വ്യത്യസ്തമാണ്, ഞാനും സബീറും തമ്മിൽ. അള്ളാഹു തആല എല്ലാവർക്കും നല്ല ഹിദായത്ത് ഈമാനും തരട്ടെ. DJ പാർട്ടി അല്ല റോട്ട് കൂടെ അവൻ്റെ പാരൻറ്റും കൂടെ വന്നപ്പോൾ കാണാനായി ചില കുട്ടികളെ ഓലോടെ മഗ്‌രിബിൻ്റെ ദിവസമുള്ള ദായമായിട്ട് ഓതണേ എന്താ ഓത്തിലായിരുന്നു, അത് നിർത്താൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ പറയണത് ചില തെറ്റുകൾ ചെയ്താൽ ഉള്ള ഈമാൻ അള്ളാഹ് ഊരിയെടുക്കുകയും ചെയ്യും. ഞാൻ 2 ചെറുപ്പക്കാരൻ്റെ അടുത്ത് വന്നാണ്, ഈമാൻ പോയി ദ്വാരക്കണമെന്നാണ്. പോയില്ലേ. അതിൽ ഒരാൾ പറഞ്ഞത് ദുബായിൽ നിന്ന് ഏതോ ഒരു ടീമിൻ്റെ ഒപ്പം പോയാണ്ട് എന്തോ ഒരു വൃത്തികേട് ചെയ്തു, എന്താണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അതിൻ്റെ ദിവസമാണ് അവനവന് ഈമാൻ പോയത്. ഞാൻ കുറ്റിപ്പുറത്ത് ദർശനത്താമത്ത് അവിടെ വന്നിക്കണം ദ്വാരക്കാൻ പറയാൻ വേണ്ടി. ഇപ്പം ഞാൻ പാണക്കാട്ടേക്ക് പോവാണ്, ഈമാൻ നഷ്ടപ്പെട്ടു, ഈമാൻ വരുന്നില്ല. അപ്പോൾ ദുബായിൽ നിന്ന് ഏതോ ഒരു എന്ന ടീമിൻ്റെ ഒപ്പം ഏതോ ഒരു ചികിത്സ, ഏത് മുസ്ലിമോ ഹിന്ദുവെന്ന് അറിയില്ല, എന്തോ ഒരു ചികിത്സയിലൊക്കെ പോയാണ്ട് അതിൻ്റെ ദിവസമാണ് ഉണ്ടായത്. എന്നോട് നേരിട്ട് പറഞ്ഞതാണ് ഞാൻ ഈ പറയണത്.
രണ്ടാമത്തൊന്ന് ഇവിടെ ഈ ഭാഗത്തുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ഇതേമാർക്ക് ഭയങ്കരമായിട്ട് നിസ്കരിക്കാനും തോന്നില്ല, ഒന്നിനും തോന്നില്ല, വിശ്വാസം വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ അള്ളാനെ കളിയൊക്കെ ഉണ്ട്, കൊല്ലയാണ് പറഞ്ഞല്ലോ, മുളുകൊക്കെയാണ്. അല്ലല്ല, കൊല്ലയാണ്. അത് ഇതേമാർക്ക് എന്തോ ഒരു കാര്യത്തിന് പറഞ്ഞാണല്ലോ. അങ്ങനെ പറഞ്ഞാൽ എന്തോ വേറെ എന്തോ ഉണ്ടാവും എന്നൊക്കെ ആരോ പറഞ്ഞിട്ട് നോക്കിയാൽ നിങ്ങൾ ഓരോ കുട്ടികൾ പോകുന്ന റൂട്ട്, അതോടുകൂടെ ഓന് പിന്നെ ഈമാനാണ് പോയേക്ക്. ഇപ്പം എന്താ, പിന്നെ കുറേ കാലം ഞാനോട് ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. ഇപ്പം എൻ്റെ അടുത്തൊന്നും പിന്നെ അടുത്തൊന്നും വന്നിട്ടില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. തീരെ മനസ്സാക്ഷിക്ക് പറ്റാത്ത പണികൾ ആണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഉള്ള ഈമാൻ അള്ളാഹുതആല ഊരിക്കളയും. അല്ലാതെ കുറ്റബോധമുണ്ട്, പടച്ചോനെ എന്ന പേടിയൊക്കെ ഉണ്ട്. അങ്ങനെ ചില ദുർബല നിമിഷങ്ങളിലൊക്കെ ചില തെറ്റുകളൊക്കെ സംഭവിച്ചു, ഒന്നവർ തോപയും ചെയ്തു, അങ്ങനെ പോകുമ്പം ഈമാൻ പറ്റ പോകുന്നില്ല. നല്ല തോപയാണെങ്കിൽ ആ തെറ്റുകൊണ്ടുണ്ടായ മുറിവും പരിക്കും കറയൊക്കെ ഈ തോപ കൊണ്ട് എന്താവും ചെയ്യും, പോവുകയും ചെയ്യും. ഏതൊരടിമയും ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കറ അവൻ്റെ കൽവിൽ വരുന്നതാണ്. ഒരു പുള്ളി, നുക്തത്തും സഹോദര, കറുത്ത പുള്ളി വരും. ഫൈൻ താബ വസ്തഗ്ഫറ, ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്ത് പൊറുക്കലിന് തേടുക, സകല കൽബവും അത് ക്ലിയറാവും. പരിഹാരമാണെങ്കിൽ മനസ്സിലാക്കിയുള്ളൂ. തെറ്റ് ചെയ്താൽ ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്ത് പഠിച്ചവനെ പുറത്ത് തരഞ്ഞുണ്ടാവില്ല കേട്ടോ, ആ പുള്ളിയാണ് പോകും. ഫൈൻ സാദ, അല്ല ഓൻ തെറ്റ് വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചാൽ സാദത്ത്, പുള്ളിയും വർദ്ധിക്കും. മായൂല, പുള്ളി ക്ലിയർ ആവില്ല. പുള്ളി ഇങ്ങോട്ട് കൂടിയിട്ട് എത്താ താരുവ കൽബവും, പുള്ളി കറ അവൻ്റെ ഹൃദയത്തെ മൂടിക്കളയും. പിന്നെ ഈമാൻ തന്നെ ആ വഴിക്ക് വരൂല. താലിക്ക റാൻ, അതാണ് റാൻ, കറ. കല്ല ബൽ റാന അല കുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവർ ചെയ്ത തിന്മകൾ അവരുടെ കൽബിൽ കറ വീറ്റി എന്ന് ഖുർആൻ പറഞ്ഞ സൂറത്ത് മുത്തഫിഫീനിൽ ആണെന്ന് തോന്നുന്നുണ്ട്. അതാണ് കല്ല ബൽ റാന അല കുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാഹു തആല വലിയ സൗഭാഗ്യമാണ് നമുക്ക് ഈമാൻ തന്നു എന്നുള്ളത്. അത് അചഞ്ചലമാക്കാനും ദൃഢമാക്കാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാവേണ്ടത്. അത് ത്യാഗങ്ങൾ, ആദർശത്തിന് വേണ്ടി ത്യാഗങ്ങൾ ചെയ്യും തോറും അത് കൂടി വരും. ഒരു മൈൻഡും ചെയ്യാതെ തിന്മയിലേക്ക് അങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതാണ് പോവും. അങ്ങനെ പറയാം. തൗബ ഉണ്ടാണെങ്കിൽ ഇസ്തിഗ്ഫാറൊന്നും വേണമെന്നൊന്നുമില്ല. മനസ്സിലാണ് തൗബ. തെറ്റ് നിർത്തി വെക്കുക, ചെയ്തതിനകത്തൊരു ദുഃഖം ഉണ്ടാകുക, ഇനി ചെയ്യൂല എന്ന് ഉറപ്പിച്ച, അതിന് ഇസ്തിഗ്ഫാറിൻ്റെ ആവശ്യമില്ല. ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ കുറച്ചുകൂടി അധികമാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയലാണ്. പടച്ചോനെ പുറത്ത് തരണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. ഇത് സാഹിബിൻ്റെ ഉള്ളിലത്തെ ക്ലിയർ ഉണ്ടാവില്ല. അത് നമ്മൾ നോക്കിയിട്ട് വരില്ല. സാഹിബിൻ്റെ ഉള്ളിലത്തെ മൈക്ക് ഗംഭീരമാണ്. ഇവിടുത്തെ തന്നെ അല്ലേ, അത് നിങ്ങളൊന്ന് നോക്കിയാളേ. ഈ പുറത്തുനിന്ന് കേൾക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട്, ആ നോമ്പ് എടുത്തീനമാർക്ക് തന്നെ ആ ക്ലിയറിൽ എടുക്കണം. നോമ്പിന് ആ പള്ളിയിലാണ്, ഇത് ഈ പള്ളിയിലാണ്. രണ്ട് മൈക്കാണ്. സാഹിബിൻ്റെ മൈക്ക് ഭയങ്കരമാണ് പണ്ടേ. അപ്പോൾ മുഅ്മിനീങ്ങളെന്ന് പറഞ്ഞത് ഭയങ്കര സംഭവമാണ്. ഇനി നമ്മൾ അതന്നെ പറയുകയാണെങ്കിൽ അതന്നെ പറയാൻ മാത്രമുണ്ട്. അവിടെ നമുക്ക് 3 കാര്യങ്ങൾ പറയാനുണ്ട്. 9:30 കൃത്യത്തിനൊക്കെ പോകും വേണം, അതാണ് പ്രശ്നം. അതുകൊണ്ട് പോയി യുക്കീമൂന സ്വലാത്ത കുറച്ച് പറയാം. എപ്പോഴും പറഞ്ഞ വിഷയമാണല്ലോ. യുക്കീമൂന സ്വലാത്ത, ആ ഖുർആൻ വെളിച്ചമാകുന്ന രണ്ടാമത്തെ വിഭാഗം ആരാണെന്ന് വെച്ചാൽ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വ യുഖീമൂന സ്വലാത്ത, അവർ നിസ്കാരത്തെ ഇഖാമത്ത് ചെയ്യുന്നവരാണ്, നിലനിർത്തുന്നവരാണ്. അപ്പോൾ നിസ്കാരം വേറെയാണ്, ഇഖാമത്ത് സ്വലാത്ത് വേറെയാണെന്ന് എപ്പോഴും നമ്മൾ പറയലുണ്ട്. ഇഖാമത്തിൻ്റെ ശരിക്കുള്ള അർത്ഥം നിലനിർത്തുക എന്നാണ്. നിലനിർത്തുക എന്നുള്ളതിൻ്റെ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അതിൻ്റെ ആകത്തുക എന്താണെന്ന് വെച്ചാൽ ഹൃദയ സാന്നിധ്യമാണ്. ഹുളൂറുണ്ടാകുക, ഹുളൂറുൽ കൽബോട് കൂടെ പറയാം. അല്ലാഹു അക്ബർ കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്നതിൻ്റെ അടിയിലുള്ള ചില വാക്കുകളും പ്രവൃത്തികളാണല്ലോ. അതൊക്കെ അതിൻ്റേതായ അർത്ഥങ്ങളും ആശയങ്ങളും തത്വങ്ങളും ഉൾക്കൊണ്ട് ഹൃദയ സാന്നിധ്യത്തോടു കൂടെ ചൊല്ലുക, പറയുക, ചെയ്യുക എന്നുള്ളതാണ്. അത് പലപ്പോഴും ഉണ്ടാകണില്ല. ഇപ്പം ഞങ്ങൾക്ക്
നിസ്കാരമായിട്ട് ബന്ധപ്പെട്ട് ഒറ്റ കാര്യം പറഞ്ഞുതരാം. ഇത് കിതാബ് ഇഹ്യാ ഉലൂമുദ്ദീനാണ്. ഇത് നമ്മളെ കോയിച്ചന മാനുവിൻ്റെ കിതാബ്. ഇനി മോമിനികളെ, കോയിച്ചന മാനുവിനറിയോ കരീമാജി? ഓൻ ഗൾഫാരനെ നാടനെ ഓൻ നോക്കിയ ഇഹ്യാ ഉലൂമുദ്ദീനാണത്. ഓൻ എനിക്ക് തന്നതാ. അള്ളാഹു തആല ഓലൊക്കെ മരിച്ചു പോയി. ഓൽക്കൊക്കെ അള്ളാഹു തആല ഇതിൻ്റെയൊക്കെ മിഥുൽ സ്വഭാവം എത്തിച്ചു കൊടുക്കട്ടെ. ആദ്യം തന്നെ തക്ബീർ ചൊല്ലലാണല്ലോ നിസ്കാരത്തിൽ. നല്ലോണം ശ്രദ്ധിച്ചോളിട്ടോ. തക്ബീർ ചൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അതിനെപ്പറ്റി പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ വായിച്ചു തരാം. അമ്മ തക്ബീറത്തുൽ ഇഹ്റാം, അത് ഫർളാണല്ലോ. റുക്കുലേക്ക് പോകുമ്പോൾ തക്ബീറും സുജൂദിലേക്ക് പോകുമ്പോഴും വരുമ്പോഴൊക്കെ തക്ബീർ സുന്നത്താണ്. തക്ബീറത്തുൽ ഇഹ്റാം ഫർളാണ്. ആ തക്ബീർ ഫൈദാ നതഖ ബിഹി ലിസാനുക, നിൻ്റെ നാവ് അത് പറഞ്ഞാൽ, ഉച്ചരിച്ചാൽ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ, ഫയംബഗി, അത്യാവശ്യമാണ്, അല്ല യുക്കദ്ദിബഹു കൽബുക, നിൻ്റെ ഹൃദയം അതിനെ കളവാക്കാതിരിക്കൽ. ഹൃദയം അതിനെ കളവാക്കരുത്. ഫൈൻഖാന ഫി കൽബിക ഷൈഉൻ, നിൻ്റെ കൽബിൽ ഒരു ഷൈ ഉണ്ടെങ്കിൽ, ഹുവ അക്ബറു മിനല്ലാ, അള്ളാഹിനെക്കാട്ടിലും വലിയ ഒന്ന് നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ, അല്ലാഹു അക്ബർ പറയുന്നുണ്ട്, പക്ഷെ മനസ്സിൽ അതിനെക്കാട്ടിലും വലിയ വേറൊന്ന് ഉണ്ടെങ്കിൽ ഫല്ലാഹു യഷ്ഹദു, അള്ളാഹ് സാക്ഷ്യം വഹിക്കുന്നു. അതെന്ത് സാക്ഷ്യം വഹിക്കുന്നു? ഇന്നക്കല കാദിബുൻ, നീ നുണ പറയണമെന്ന്. നീ നുണയാണ് പറയണത്. ഏതാ നുണ? അല്ലാഹു അക്ബർ എന്നുള്ളത് നുണയാണ്. വൈൻ കാലം കലാമശിക്കുന്ന വാക്ക് സത്യമാണ്. അല്ലാഹു അക്ബർ എന്ന് ആര് പറഞ്ഞാലും പറഞ്ഞില്ലല്ലോ അത് സത്യമാണ്. പക്ഷേ ഇജ്ജ് നുണയാണ് പറയണത്. നീ നുണ പറയാണ്. അള്ളാഹ് സാക്ഷ്യം വഹിക്കണം. കാരണം ഇതുപോലെ കമ്മാ ഷഹീദ അൽ മുനാഫിക്കീന, മുനാഫിക്കീങ്ങളെ മേൽ അള്ളാഹ് സാക്ഷ്യം വഹിച്ചു. ഫീ കൗലിയും, മുനാഫിക്കീങ്ങളുടെ വാക്കിൽ, ഇന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹ്, നബി തങ്ങൾ അള്ളാഹിൻ്റെ റസൂലാണെന്ന വാക്കിൽ. റഫീ മാഷ് കേൾക്കുന്നുണ്ടോ? മുനാഫിക്കീങ്ങളെ പറ്റി പറഞ്ഞ സൂറത്ത് മുനാഫിക്കുകൾ ഇങ്ങനെയാണ്: ഇദാ ജാഅക്കൽ മുനാഫിഖൂന ഖാലൂ നഷ്ഹദു ഇന്നക റസൂലുള്ളാഹി, അവർ ഒന്നാ പറയും നിങ്ങൾ അള്ളാഹിൻ്റെ റസൂലാണ്, നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. വല്ലാഹു യഅലമു ഇന്നക റസൂൽ, വല്ലാഹു യഷ്ഹദു വല്ലാഹു യഅലമു ഇന്നക റസൂൽ, നിങ്ങൾ അള്ളാഹിൻ്റെ റസൂലാണെന്നൊക്കെ അറിയാം. പക്ഷേ വല്ലാഹു യഷ്ഹദു ഇന്നൽ മുനാഫിഖീനൽ കാദിബൂൻ, ഒരു നുണയാണ് പറയുന്നത്. നിങ്ങൾ റസൂൽ തന്നെയാണ്, അവർ പറഞ്ഞത് സത്യമാണ്, പക്ഷേ ഒരു നുണയാണ്. കേൾക്കുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? മുനാഫിക്കീങ്ങൾ വന്നിട്ട് അള്ളാഹിൻ്റെ റസൂലിനോട് പറയണേ നിങ്ങൾ അള്ളാഹിൻ്റെ റസൂലാണ്, നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. കുഞ്ഞാച്ചി ഉറങ്ങണം കേട്ടോ. അള്ളാഹ് പറയണ ഒരു നുണ പറയണേ. ഏത് വാദത്തിൽ? നിങ്ങൾ അള്ളാഹിൻ്റെ റസൂലാണെന്ന. എന്തുകൊണ്ടാണ്? എങ്ങനെയാണ് നുണയത്? എന്തുകൊണ്ടാണ് നുണയത്? കാരണം മനസ്സിലില്ല. നാവിൽ മാത്രമേ ഉള്ളൂ. ഇന്നക്കൽ റസൂലുള്ളാഹി നാവിൽ ഇങ്ങോട്ട് ഇറക്കിയിട്ടില്ല. തൊണ്ടയിൽ നിന്ന് ഹൃദയത്തേക്ക് അത് എന്തായിട്ടില്ല. എന്നാൽ മറിച്ച് അല്ലാഹു അക്ബർ എന്ന് പറയുന്നുണ്ട്, അള്ളാഹാണ് ഏറ്റവും വലിയവെന്ന്. പക്ഷെ എൻ്റെ മനസ്സിൽ ഏറ്റവും വലുത് അല്ലൊന്നും അല്ല, വേറെന്തൊക്കെയാണ്. കേട്ടോട്ടോ, സ്വരമായിട്ട് കേട്ടോളൂ. അതുകൊണ്ട് ഫൈൻഖാന ഹവാക്ക അഗ്ലബ അലൈക മിൻ അംരില്ലാഹി അസ്സ വജല്ല, നിൻ്റെ ഹവയാണ് നിനക്ക് അള്ളാഹിനേക്കാൾ വലിയതെങ്കിൽ, ഹവാറിന് മനസ്സിലേ ദേഹേച്ഛ, ഫ അന്ത അത്വലഹു, നീ ആ ദേഹേച്ഛക്കാണ് അനുസരിക്കണത്. മിങ്കലില്ല, നീ അള്ളാഹ്ക്ക് അനുസരിക്കുന്നതിനേക്കാൾ നീ അനുസരിക്കണ ആർക്കാണ്? ആ ദേഹേച്ഛക്കാണ്. എപ്പോഴും ദേഹേച്ഛക്കാണ് അനുസരിക്കണത് എങ്കിൽ ഫഖദിത്തഖത്തഹു ഇലാഹക, നീ ആ ദേഹേച്ഛനെയാണ് നിൻ്റെ ഇലാഹാക്കിയത്. നീ നിൻ്റെ ദേഹേച്ഛനെ, നിൻ്റെ ഇലാഹിനെ ആക്കിയത് ദേഹേച്ഛനെയാണ്. തടീച്ച അപ്പോൾ കബ്ബർത്തഹു, അതിനെയാണ് ഞാൻ വലുതാക്കിയത്. ഏറ്റവും വലുത് എനിക്ക് എൻ്റെ ദേഹേച്ഛയാണ്. ഫയൂഷിക്കു യക്കൂന കൗലുക, അപ്പോൾ നിൻ്റെ വാക്ക് അല്ലാഹു അക്ബർ എന്ന വാക്ക് കലാമം ബിൽ ലിസാനി, വെറും നാവ് കൊണ്ട് മാത്രമുള്ളതും, അൽ മുജറദ് ഹൃദയത്തെ തൊട്ടത് ശൂന്യമാണ്. മുജറദ് വെറും നാവിൽ മാത്രം, മനസ്സിൽ. അപ്പോൾ വഖത്തഹല്ലഫൽ ഖൽബു അൻ മുസാഅദതിഹി, ഹൃദയം അതിനെ തൊട്ട് പിന്തി, ഹൃദയത്തിൻ്റെ പിന്തുണ ഇതിന് ഇല്ല. ഇങ്ങോട്ട് ഒസലിമാൻ പറയാണ് വമാ അഅ്ലമൽ ഖത്റ ഫീ ദാലിക ലൗല തൗബത്തു വൽ ഇസ്തിഗ്ഫാറു,
ഒരു തൗബ ചെയ്യണില്ലെങ്കിൽ വളരെ അപകടമാണ് എൻ്റെ കാര്യം. എന്ത് പറഞ്ഞുകൊണ്ട് എന്ത് പറയാനാണ് ഇപ്പോൾ തൗബ ചെയ്യേണ്ടത്? അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. കാരണം നുണയല്ലേ? എങ്ങനെയുണ്ട്? അല്ലാഹു അക്ബർ എന്നിങ്ങനെ പറയാം. മനസ്സിൽ അല്ലൊന്നും വേണ്ടമാർക്കൊന്നുമില്ല. ദേഹച്ചയാണ് കാര്യമായിട്ട്. മനിത്തഖദ ഇലാഹു ഹവാഹു. ഒരാൾ തൻ്റെ ദേഹേച്ഛയെ ഇലാഹാക്കിയാൽ അപ്പോൾ അന്ത തൊക്കൂനും അല്ലെങ്കിൽ വക്കീലാന്ന് അള്ളാഹിൻ്റെ റസൂലിനോട് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. അവനെ രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയോ നബിയെ? അവൻ ദേഹേച്ഛക്ക് അടിമപ്പെട്ട് പോയാൽ അവൻ എന്ത് ചെയ്യാൻ പറ്റും? ദേഹേച്ഛനെ ഇലാഹാക്കിയ ആളുകളുണ്ട്. നീ അനുസരിക്കണ അള്ളാഹിനല്ല, ദേഹേച്ഛനെയാണ്. അത് സുബഹിയാൻ കൊടുക്കുമ്പോൾ തന്നെ തുടങ്ങും, അല്ലാഹു അക്ബർ വസ്സലാത്തു ഖൈറും മിനൻ നൗം. ഉറക്കിനേക്കാളും നല്ലത് നിസ്കാരമാണെന്ന് പറയുമ്പോൾ തന്നെ ദേഹേച്ഛ വന്നിട്ട് പറയും കുറച്ചുകൂടി ഉറങ്ങിക്കോ പറയും. അപ്പോൾ ചാടി എഴുന്നേൽക്കാറുണ്ടോ അതോ എന്നാൽ കുറച്ചുകൂടിയും കിടക്കാമെന്ന് തീരുമാനിക്കാറുണ്ടോ നോക്കി. അത് ളുഹറിനും ഉണ്ടാവും, ചിലപ്പോൾ അസറിനൊക്കെ നല്ലോണം ഉണ്ടാവും. ചോറൊക്കെ വെച്ചൊന്ന് കിടന്നാണ് ഈ കാരം. ചിലപ്പോൾ വെള്ളിയാഴ്ചയാണ് ഈ കാരം. നല്ല പോത്തിറച്ചിയും ബിരിയാണിയൊക്കെ തിന്ന് ജുമ കഴിഞ്ഞ് എന്നാണ് കിടന്നതാ. അസറിന് ആളുണ്ടാവില്ലല്ലോ പള്ളിയിൽ. അത് നല്ല മുഅ്മിനീങ്ങളല്ല എന്തായാലും. പെരി കടന്നുറങ്ങിയാണ്ട് 5 മണിക്ക് അസർ സ്കരിക്കുക. അവൻ അല്ലാണോ വലുത്? എങ്ങനെ അവന് കടന്നുറങ്ങാൻ കഴിയുന്ന? എന്തൊരു ഈമാനാണത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. വസലീമ ഒരു തക്ബീറത്തുൽ ഇഹ്റാമിനെ സംബന്ധിച്ച് മാത്രമല്ല, ഓരോ പറച്ചിലിനെ പറ്റിയും ചെയ്യലിനെ പറ്റിയും അതിലുള്ള തത്വങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് പിന്നെ പറയാം ബാക്കിയുള്ളത്. ഇനി വജ്ജത്തിനെ പറ്റി പറയുന്നുണ്ട്. ദിലാറ ഗൗരവമാണ് പറയുന്നത്. വജ്ജത്ത് വജിയലില്ലതി ഫത്ര സമാവാത്തി പറയുമ്പോൾ അതും കൂടി ഒന്ന് പറയാല്ലേ, ഇതിനോട് യോജിപ്പുള്ളതാണ്. തെക്കുപുരട്ടി ആദ്യം പറയില്ലതല്ലേ, അതും കൂടി ഒന്ന് പറയാം ചെറുതായിട്ട്. അമ്മ ദുആഉൽ ഇഫ്തിതാഹി, ഇഫ്തിതാഹിൻ്റെ ദുആ. അപ്പോൾ അവർ കലിമാത്തതിൻ്റെ ആദ്യ വചനം കൗലുക അതിൻ്റെ വാക്കാണ്. എന്താ വാക്ക്? വജ്ജത്തു വജിയലില്ലതി ഫത്ര സമാവാത്തി വൽ അർള. ആകാശഭൂമികളെ സൃഷ്ടിച്ചവനിലേക്ക് ഞാനിതാ എൻ്റെ വജ്ഹിനെ, എൻ്റെ മുഖത്തെ മുന്നടിച്ചു. അല്ലേ? എൻ്റെ മുഖത്തെ എന്ന് പറയുമ്പോൾ ലൈസൽ മുറാദുബിൽ വജിയൽ വജിയൽ ലാഹിറ. ആ മുഖം എന്തായാലും ഈ മുഖമല്ല. കാരണം ഈ മുഖം കൊടുക്കാതെ തിരിച്ചത് കഅബയിലേക്കാ? അവിടെ അല്ലണ്ടോ? അയ്യോ, പിന്നെ ഏത് മുഖ? ഏത് മുഖമാണ്? ഹൃദയത്തിൻ്റെ മുഖമാണ്. ഹൃദയത്തിൻ്റെ മുഖമാണ്. ഹൃദയത്തിൻ്റെ മുഖമാണ്. അപ്പോൾ ഇന്നമാ വജ്ഹുൽ കൽബി ഹുവല്ലദീ തതവജ്ജഹു ബിഹി ഇലാ ഫാത്തിരി സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചവനിലേക്ക് നീ തിരിക്കുന്ന മുഖം നിൻ്റെ ഹൃദയത്തിൻ്റെ മുഖമാണ്. അപ്പോൾ ഫൻദുർ, നീ നല്ലോണം ആലോചിച്ചോ, ഇലൈഹി, ആ മുഖത്തിലേക്ക്. മുതവജ്ജിയുൻ ഹുവ ഇലാ അമാനി വ ഹമ്മിഹി ഫിൽ ബൈത്തി വ സൂഖി. ഇടോക്കി, ആ മുഖം വീട്ടിലും അങ്ങാടിയിലൊക്കെ ആണോന്ന്. ഹൃദയത്തിൻ്റെ മുഖം ഇപ്പം അങ്ങാടിയിലാണോ ഉള്ളത്? പീടികയിലേ അതോ വീട്ടിലാണോ? ചിലർക്ക് വീട്ടിൽ, എന്നെ പോലത്തെ വീട്ടിലേക്കാരും, നിങ്ങൾക്ക് കച്ചവടക്കാർക്ക് വീടിലേക്കാരും, അള്ളാഹിലേക്ക് തിരിഞ്ഞിട്ടുണ്ടാവില്ല. വില കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നൊക്കെ നിങ്ങളെ ഇനിയിപ്പോൾ അങ്ങനെ കൂടിയെത്താ കാട്ടുക. വേറെ ചിലവർ മറ്റേ കിട്ടാനുള്ള കായ് കൊണ്ടുവരാൻ പറഞ്ഞാൽ കൊണ്ടുവരാവും. ഇന്ന് കൊണ്ടുവന്നേരാണ് കായ് ലക്ഷങ്ങൾ. ഇങ്ങനെയൊക്കെ അങ്ങാടിയിലാണോ ആ ഹൃദയത്തിൻ്റെ മുഖം ഉള്ളത് അതോ വീട്ടിലാണോ ഉള്ളത്? ആ മുഖം വീട്ടിലേക്ക് തിരിച്ചു വെച്ചാണ്ട് മുത്തബിയുൽ ഷഹവാത്തി, ദേഹേച്ഛകളോട് പിന്തുടരുന്നതാണോ ഹൃദയത്തിൻ്റെ മുഖം? ആ മുഖബിരുനല്ല ഫാത്തിരി സമാവാത്തി, അതോ ആകാശഭൂമികളെ വാനഭുവനങ്ങളെ സൃഷ്ടിച്ചവരിലേക്ക് തിരിഞ്ഞുക്കണോന്ന്? എവിടുക്കാ തിരിഞ്ഞത് നല്ലോണം ആലോചിച്ചിട്ട് പറഞ്ഞോന്ന്. വയ്യാക്ക അന്തക്കൂന അവല മുഫാത്തഹത്തിക്കൽ ലിൽ മുനാജാത്തി ബിൽ കിദിബി വൽ ഇഖ്തിലാക്കി.
തക്ബീർ കെട്ടിയിട്ട് ആദ്യം സംഭാഷണത്തിൻ്റെ തുടക്കം തന്നെ പച്ച നുണയാണ് നല്ലോണം സൂക്ഷിക്കണം കേട്ടോ എന്ന്. ഹൃദയം അങ്ങോട്ട് അങ്ങാടിക്ക് തിരിച്ചു വെച്ചാണ്ട് വജ്ജോത്ത് വജീലില്ലതി പത്രസമാവാത്തി എന്ന് പറഞ്ഞ നുണ ഉണ്ടല്ലോ, പച്ച നുണ. തുടക്കം തന്നെ അതാകരുത് കേട്ടോ. എങ്ങനെയുണ്ട് ചർച്ച? ഉസൈലിയമ്മൻ്റെ ചർച്ച എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാണ്. ഇതൊക്കെ നമ്മൾ വായിച്ചണോ സുബി? ഇവിടെ വായിച്ചണോ? എങ്ങനെ എന്തെല്ലാം വായിക്കാണ്ട് വെച്ചിട്ടാണ്. ഇത് ഇഹ്യാഉലുമുദ്ദീനാണ്. ഇത് മാനു നോക്കിയ കിതാബാണ്. മാനുവിനെ സുബി അറിയിക്കാറ്. നമ്മളെ ചെനക്കര കുഞ്ഞിപ്പാനൊക്കെ ഒപ്പം ഉണ്ടായിനെ. അല്ലോ ഓൻ നാടനാണ്. നാട്ടിൽ കെൻറ്റണിയൊക്കെ എടുത്തതിന് ആളാണെന്ന് ഞാൻ കേട്ടത്. നാട്ടിൽ കെൻറ്റണിയൊക്കെ എടുത്തിരുന്നതിന് ആളാണെന്ന് ഞാൻ കേട്ട്. പിന്നെ ഗൾഫ് പോയി. വണ്ടി അടിച്ചാൽ മരിച്ച്. രാത്രി തഹജ്ജുദ് നിസ്കരിച്ച് സുബൈൻ്റെ ജമാഅത്തിന് പള്ളിക്ക് പോയതാണ്. സുബൈൻ കൊടുക്കുന്നതിന് മുമ്പ് മരിച്ച ആളാണ്. സബീറിനറിയോ? മാനു സബീറെ നിങ്ങളുള്ള ആളാണ്. നമ്മളിവിടെ ഒരു ആചാര്യണ്ടല്ലോ, ആചാര്യ ഏസഞ്ചന്മാരുടെ മക്കളാണ്. നമ്മളെ കോയിച്ചന പള്ളി ഉണ്ടല്ലോ, കോയിച്ചന മേലെ കോയിച്ചന പള്ളിയിൽ സുബൈക്ക് മഞ്ഞിലാസിലുള്ള തന്നെ. അതിനെ പറഞ്ഞു ഓൻ്റെ കാര്യം ഞാൻ പറയണേ. ഓൻ നോക്കിയതിന് കിതാബ് അത് നാടനാണോ. ഭയങ്കര അത്ഭുതമാണ് മനുവിൻ്റെ കാര്യം, വലിയ അത്ഭുതമാണ്. നാടനാണ്. ഓന് നോക്കിയതിനെ ഹീയാണത്. അപ്പോൾ എനിക്കൊരു ഹീ ആവശ്യമുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ നോക്കണമെങ്കിൽ കയറാനാണ് കൊണ്ടുവന്നതാണ്. പല കിതാബും സംഘടിപ്പിച്ചു തന്നാണ്. നാടനാണോനെ. അതാണ് എനിക്ക് അജബ്. ഓൻ നോക്കിയ കിതാബാണിത് ഞാൻ പറയണേ. ഇബാറത്തൊക്കെ വായിക്കും. വലിയ രസമുണ്ട്. അവൻ്റെ പല വർത്തമാനങ്ങളുണ്ട്. അള്ളാഹു തആല അവരൊക്കെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. മരണം നോക്കിയാൽ നിങ്ങൾ പള്ളിയൊക്കെ തഹജ്ജുദ് കഴിഞ്ഞ് സുബൈൻ കൊടുക്കുന്ന മുമ്പ് പള്ളിക്ക് പോയത്. ആ പള്ളിക്ക് പോയ പോക്കിലാണ് ആക്സിഡൻറ്റ്. ഒരാൾ പള്ളിക്ക് പോകുമ്പോൾ എന്താ അതിൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. അല്ലാഹു റബ്ബി. കണ്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് പറയണത് ശ്രദ്ധിച്ചോളി. വലൻ യൻസരിഫൽ വജു ഇലല്ലാഹി തആല. ഹൃദയത്തിൻ്റെ മുഖം അള്ളാഹുലേക്ക് തിരിയൂല. ഇല്ലാ ബിൻ സുറാഫി അമ്മ സിവാവു. അല്ലാഹ് അല്ലാത്ത എല്ലാത്തിനെ തൊട്ടും അതുകൊണ്ട് മാറി നിന്നോളണം. കച്ചവടത്തിനെ തൊട്ടും ജോലിനെ തൊട്ടും കുടുംബത്തെ തൊട്ടും എല്ലാത്തിനും ഒഴിവാണം. ഫിൽഹാൽ ഫജ്തഹിദ് ഫിൽഹാൽ ഫി സർഫി ഇലൈ. ആ മുഖത്തെ ഇപ്പോൾ ഈ വജ്ജത്ത് പറയുന്ന സമയത്ത് നീ അള്ളാഹിലേക്ക് തന്നെ തിരിക്കാനുള്ള വലിയ പരിശ്രമം നടത്തിക്കോ. 100% അള്ളാഹിലേക്ക് തന്നെ തിരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞോ, വജ്ജത്തു വജീലില്ലതി ഫത്രസമാവാതി. അപ്പോൾ അള്ളാഹു അക്ബറും ഗംഭീരവും. അള്ളാഹ് ഏറ്റവും വലിയവനാണ്. കാരണം ഈ ആകാശ ഭൂമികളൊക്കെ സൃഷ്ടിച്ചവനല്ലേ. ഭയങ്കരല്ലേ. പിന്നെ ഇന്ന സ്വലാത്തീവ നുസ്കിയോ മഹിയായ, എൻ്റെ ജീവിതം മരണമൊക്കെ അള്ളാഹ്ക്കുള്ളതാണ്. കാരണം എനിക്ക് എൻ്റെ അള്ളാഹാണ് ഏറ്റവും വലുത് എന്നുള്ളത് അങ്ങനെയും പറയണം. എൻ്റെ ജീവിതം തന്നെ ആർക്കുള്ളതാണ്, എൻ്റെ മരണവും എനിക്കുള്ളതാണ്. എനിക്ക് ഏറ്റവും വലുത് ആര് തന്നെയാണ്. അപ്പോൾ അള്ളാഹു അക്ബറിൻ്റെ സാക്ഷാത്കാരമാണ് എന്നെ വജ്ജത്തിലാണേലും ഫാത്തിയിലാണേലും സുജൂദിലാണേലും റുക്കൂലാണേലും ഒക്കെ ഉള്ളത്. ഇതൊന്നും അറിയാത്തൊരു നിസ്കാരമാണ് സാധുക്കളെ നമ്മളെ നിസ്കാരം. എന്തൊക്കെയായിരുന്നു ആ നിസ്കാരത്തിൻ്റെ അവസ്ഥ? ഈ വെള്ളിയാഴ്ച വന്നിട്ട് തന്നെ ഒരാളോട് ചോദിക്കുകയാണ്, നിസ്കരിങ്ങൾക്ക് നിരക്കുണ്ടെന്നൊരു ആയത്തില്ലേ? ഈ വെള്ളിയാഴ്ച ജുമ ഞാൻ ആ നാട്ടുകാരനല്ല. അയാൾ തുവ്വൂർ സ്കൂളത്തെ മാസ്റ്ററാണ്. അയാൾ കരുവാരുകുണ്ട ഭാഗത്തൂടെയുള്ള ആളാണ്. അയാളോട് ക്ലാസ് ഉണ്ടോ വെച്ചിട്ട് വന്നത്. നമ്മൾ ഇൻസ്റ്റാഗ്രാം കിട്ടണ്ടേ. ഞാൻ ദിവസത്തിൻ്റെ സ്ഥലം ആമക്കാടാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നിക്കാണ്. ക്ലാസ്സൊന്നും ഇല്ല ചോദിച്ചാണ്. ഇവിടെ ക്ലാസ്സൊന്നുമില്ല, ആകെ കോട്ടക്കം നടക്കില്ല പറഞ്ഞു ഞാൻ. ഓക്കെ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാം കൊണ്ടുള്ള ഓരോ കട്ടക്കാരൻ നോക്കിയാൽ നിങ്ങൾ ഈ വെള്ളിയാഴ്ച ഉണ്ടായ കാര്യമാണ്. അപ്പോൾ ആയിക്കോട്ടെ, എനിക്ക് ഇതിനെ കുറച്ച് ചോദ്യമൊക്കെ ചോദിക്കേണ്ടായിരുന്നു. ഇവർ ചോദ്യങ്ങളൊക്കെ തുടങ്ങി. ഇങ്ങോട്ട് വരാനൊക്കെ നോക്കി. ഞാൻ തടഞ്ഞത് വേണ്ട, ആ കരുവാരം കൊണ്ടുവന്ന് ഇങ്ങോട്ട് കോട്ടയ്ക്ക് വരണ്ടായിരുന്നു. മണി ഗ്രൂപ്പ് ചേർന്നാൽ മതി, ക്ലാസ് അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അയാളിനോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ്: ഫവൈലുല്ലിൽ മുസല്ലീൻ അല്ലദീനവും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരായ നിസ്കാരക്കാർക്കൊക്കെ നരകമാണ്. നിങ്ങളെന്ത് പറയണേ? അപ്പം നമ്മളൊക്കെ നിസ്കാരത്തിൽ ഏതെങ്കിലും ഇക്കാമത്ത് ആയി വരുന്നേ ഉള്ളൂ അല്ലേ? കുറച്ചുകൂടിയൊക്കെ ആകാണ്ട് എന്തായാലും നരകമുണ്ടാവോ? അതാണ് ആ നിസ്കാരത്തിൻ്റെ അവസ്ഥ. എന്താണെന്ന് ചോദിച്ചാൽ
ആ നിസ്കാരത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ മീദിനജ് കേട്ടോളി, എല്ലാ ആജിയമാരും കേട്ടോളി, എല്ലാവരും കേട്ടോളി, ഒരു ഹദീസ് കേട്ടോളി. അല്ലാഹു റസൂൽ പറയാണ്, ഇങ്ങോട്ട് നോക്കി നല്ല ശ്രദ്ധിക്കണം. മാമിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമും തന്നെ ഇല്ല, യതവല്ലഉ, അവൻ വുളു ചെയ്യുന്നു, ഫയുസ്ബിഉൽ വുളുവ, സമ്പൂർണ്ണമായ വുളു ചെയ്യുന്നു, സുമ്മ യഖൂമു ഇല സ്വലാ, പിന്നെ നിസ്കാരത്തിലേക്ക് നിൽക്കുന്നു, ഹത്തായാലോ മായഖൂൽ, നിസ്കാരത്തിൽ എന്തൊക്കെയാണെന്ന് പറയുന്നതെന്ന് അവനക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു, മനസ്സിലാക്കി പറയുകയും ചെയ്യുന്ന ഒരുത്തൻ, ഇല്ലം ഫതല, ആ നിസ്കാരത്തിൽ നിന്ന് അവൻ വിരമിക്കുമ്പോൾ കയ്യൗമി വലദത്തുഹു ഉമ്മുഹു, ഉമ്മ പെറ്റ ദിനത്തിന് തുല്യം, മിനൽ ഖതായ, പാപങ്ങളെ തൊട്ട്, ലൈസ അലൈഹി ദംബ്, ഒരു ദോഷം പിന്നെ അവന്. ഇതാണ് നിസ്കാരത്തിൻ്റെ ആ കൂലി നമുക്ക് ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. ഹജ്ജിൻ്റെ കൂലിയാണിപ്പോൾ. ഉമ്മ പെറ്റ നാളിന് തുല്യമായിട്ട് പാപങ്ങളിൽ നിന്ന് മുക്തമായിട്ട് വരും നിസ്കാരം കൊണ്ട്. ആ നിസ്കാരം ഇങ്ങനെ ഈ തക്ബീറും വജ്ജത്തും ഫാത്തിയും സുജൂദും ഒക്കെ ഉണ്ടായി, എല്ലാത്തിലും ഹുദൂറുണ്ടായി. അല്ലെഞ്ഞാലോ എപ്പോഴെങ്കിലുമൊക്കെ അള്ളാഹിനെ പറ്റി ഓർമ്മ, അത്രേ അതിന് കൂലിയിട്ടുള്ളൂ എന്നുള്ളതാണ് ഹദീസിലുള്ള. അങ്ങനെയാണ്. ഈ കാര്യം ഞാൻ അന്ന് ക്ലാസ്സിൽ പറഞ്ഞു. അതിൽ ഒരാൾ ഭയങ്കര വിമർശനം, ഇങ്ങനെ മൂലയിലെ പറഞ്ഞിടക്കില്ല ആളുകൾക്ക് നരകമൊന്നും ഉണ്ടാവില്ല, കൂലിട്ടില്ല എന്നുള്ള ഇങ്ങനെ പറഞ്ഞാൽ ആളുകൾക്ക് ഒരു വളം വെച്ച് കൊടുക്കലല്ല എന്നൊക്കെ ഒരാൾ ചോദിച്ചാണ് അല്ലേ. അതിന് അയാൾ മാത്രമേ കേട്ടുള്ളൂ. നമ്മളതിൻ്റെ മുമ്പ് ഇതൊക്കെ പറഞ്ഞാണ് ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ പറ്റും നിരാശപ്പെടും ആളുകൾ. നമ്മൾ നിസ്കരിച്ചിട്ട് കാര്യമില്ല തീരുമാനിച്ചാൽ കുറേ ഉണ്ട്. ഞാൻ അങ്ങനത്തെ കണ്ടാണ്. ഞമ്മക്ക് നിസ്കാരത്തിൽ ശ്രദ്ധിട്ടുണ്ടല്ലോ, അവിടെ നമ്മൾ നിസ്കരിച്ചിട്ട് അങ്ങനത്തെ കണ്ടിട്ടാണ് ഞാനീ നിൽക്കണത്. അതുകൊണ്ടാണ് ഞാൻ പറയണത് അടി കിട്ടൂല. ആ നിസ്കാരക്കാർക്ക് നരകമൊന്നും ഉണ്ടാവില്ല. ഏത് നിസ്കാരക്കാർക്ക്? തെക്കുബീറിന് കെട്ടവരുടെ കൂടെ കച്ചവടത്തുക്കും പെരയ്ക്കും കുടുംബത്തുക്കും ഒക്കെ പോയില്ലേ. ഇപ്പോൾ ചിലവർ ഇലക്ഷനിലാണ് ഈ കാരം. അപ്പോൾ ഇനിയിപ്പോൾ 3ാം തവണ വരുമോ അല്ല എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഈ കാര്യം ചിലവരിപ്പോൾ നിസ്കരിക്കുക. അപ്പോൾ അതിനൊക്കെ നരകം ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ളത് ഇതാണ്. അല്ലാഹു അക്ബർ കേട്ടതോടെ സെറ്ററൊക്കെ താത്തി പിന്നെ അവന് പുഴയിൽ നിന്നൂടെ, അവന് പള്ളിക്ക് പോകണം, നിസ്കരിക്കണം, അവൻ്റെ ഈമാൻ അത്രയൊക്കെ ഉണ്ട്. പക്ഷേ തെക്കുബീർ കെട്ടലോട് കൂടെ ആളങ്ങാടിയിലാണ്, വീട്ടിലാണ്. എന്നാലും അവന് നരകമൊന്നും കിട്ടില്ല എന്നുള്ളതാണ്. അത് വെച്ചിട്ട് നിസ്കരിക്കാതിരിക്കൊന്നും വേണ്ട. പക്ഷേ ഇത്ര കൂലിയൊന്നും ഉമ്മ പറ്റ ദിനത്തിന് തുല്യമായിട്ട് ആയിക്കോളണമെന്നൊന്നുമില്ല. ചിലപ്പോൾ കൂലിയും കിട്ടിക്കൊള്ളുന്നില്ല, എന്നാലും അടി നെയ്പോലെ. അത് പെണ്ണിന് ഇയാളെൻ്റെ നേരെ തിരിയാണ്. എൻ്റെ ന്യായം എന്താ വെച്ചാൽ ഇതുണ്ട്, സവാചറൊക്കെ ഉണ്ടോ അതിൽ പറയുന്നുണ്ട്. ഫവൈലുല്ലിൽ മുസല്ലീൻ അല്ലദീന അൻ സ്വലാത്തി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കഴിച്ചിലായി. ഫീ സ്വലാത്തി എന്നാ പറഞ്ഞത് നമുക്ക് രക്ഷല്ല എന്ന് ഇതിൽ പറയുന്നുണ്ട്. ഫീ സ്വലാത്തിയും സാവും എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ അശ്രദ്ധരാണ്. അൻ സ്വലാത്തി നിസ്കാരത്തെ തൊട്ട് അത് പിന്തിക്കും. അതിങ്ങനെ ഈ പറഞ്ഞവർക്ക് മരുവിനൊക്കെ പള്ളിക്ക് പോകും, ലൂറിനൊക്കെ പണി കഴിഞ്ഞിട്ട് വന്നിട്ട് ഒന്നിച്ച് ലൂർ അസർ ഒന്നിച്ച് ആ നിസ്കാരത്തെ പറ്റിയാണ് പറയുന്നത്. സുബയൊന്നും 8 മണിക്ക് കഴിച്ചാൽ ആദ്യമായിട്ട് നിസ്കരിക്കും. അതിനൊക്കെയാണ് നരകമെന്നാണ്. അതായത് സുബൈക്ക് തന്നെ നീച്ചു, അലാറം വെച്ചു. ഒരു ചെറുക്കൻ രാത്രി പല പരിപാടിയും മാറ്റി വെച്ചു. 12 ദിവസമൊക്കെ പല തോന്നിയാസങ്ങളുണ്ടായിരുന്നു മൊബൈലിൽ. അതൊക്കെ ഒഴിവാക്കി സുബൈക്ക് നീച്ചനുസരിച്ചിട്ട് ഒരു ചെക്കൻ എന്ത് ചെയ്തു, അലാറൊക്കെ 5 മണിക്ക് വെച്ച് സുബൈൻ്റെ ജമാഅത്തിൽ പങ്കെടുത്തു. ശ്രദ്ധയൊന്നും കിട്ടിയില്ല. എന്നാലും അവന് നരകമെന്ന് പറയാൻ പറ്റില്ല. ആർക്ക് നരകമാണ്? രാത്രി എല്ലാ തോന്നിയാസം കൊണ്ട് കടന്ന് ഒരു 2 മണിക്കാണ് കടന്നുറങ്ങി, 8 മണിക്ക് അവനെ നീച്ച്, ഓന് നരകം തന്നെയാണ്. അതാണ് ആയത്തിൻ്റെ അർത്ഥം. ഫൈലുല്ലിൽ മുസല്ലീൻ അല്ലദീനവും ആൻസറ. ഓന് നിസ്കാരത്തോട് ശ്രദ്ധല്ല. കാരണം ഓന് മൊബൈലൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. നിസ്കരിക്കണമെങ്കിൽ 8 മണിക്ക് നീച്ചിട്ട് നിസ്കരിച്ചോളാം. മറ്റവൻ അങ്ങനെയല്ല. ഒരു നിസ്കാരം നമുക്ക് ഭയങ്കര കടന്നുറങ്ങുമ്പോൾ തന്നെ നേരത്തെ ഉറങ്ങി കഴിഞ്ഞാൽ സുബൈക്ക് നീച്ചൂല എന്നുള്ളവർക്ക് പല പരിപാടി ഉണ്ടാക്കി, പല തോന്നിയാസങ്ങളും മാറ്റി വെച്ച് വേഗം കടന്നുറങ്ങി. ഇത് രണ്ടും ഇപ്പല്ലേ, ഇത് രണ്ടും ചെക്കന്മാരും ഇപ്പം ഉണ്ട് നമ്മളെ കൂട്ടത്തിലുണ്ട്. അതിലാറെ ശ്രദ്ധയുള്ള പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പരിപാടി കഴിഞ്ഞിട്ട് 4 മണിക്കൊക്കെ വന്നാൽ പിന്നെ ഉറങ്ങണില്ല, ഇന്ന് സുബൈ സ്കെച്ച് കിടക്കുക. മറ്റേ ചിലപ്പോൾ സുബൈ എന്താവും. ഇന്നലെ എനിക്കിതിലൊരു ഫോൺ വന്നതാണ് ഒരാൾ. ഞാൻ അപ്പോൾ ചെയ്യൽ 2 മണിക്കൊക്കെ നീച്ച് തഹജ്ജുദ് സ്കെച്ച് പിന്നെയും കുറേ കടന്നുറങ്ങലാണ്, ഇങ്ങോട്ട് നീച്ച് സ്കരിക്കലാണ്. അതോ സുബൈൻ്റെ കുറച്ച് നേരത്തെ മുമ്പ് നീച്ച് സ്കെച്ചാണ്ട് തഹജ്ജുദ് സ്കെച്ചാൽ മതിയോ? സുബൈറ്റും ഉറങ്ങിയിട്ട് ഉറക്കം മുറുകണില്ല. എന്നൊരു ചെറുപ്പക്കാരൻ പറയാണ്. ഈ ക്ലാസ് ഇപ്പോൾ കേൾക്കുന്നുണ്ടാവും, കണ്ണൂർക്കാരനാ. എന്താ ചെയ്യേണ്ടത് ചോദിച്ചെന്നോട്. അവൻ അഫ്ദലൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ നരകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്കരിച്ചവർക്ക് നരകം തന്നെ കലാക്കണവൽക്കാണ്. നിസ്കാരത്തോട്ട് ശ്രദ്ധ അല്ല, നിസ്കാരത്തെ തൊട്ട് ശ്രദ്ധ അല്ലാത്തവർക്ക്.
നിസ്കാരത്തിൽ ശ്രദ്ധ അല്ലാത്തവർക്ക് എന്നാ പറഞ്ഞ് നമ്മളെ കാര്യം എടുക്കാമല്ല എന്നുള്ള ഇമാമിങ്ങൾ പറയാണ്. നിങ്ങൾ സമ്മതിച്ചു തരാണ്ട് കാര്യമല്ല, നിങ്ങൾ സമ്മതിച്ചു തരില്ല. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധ ഉണ്ടെന്നല്ല കൗത്തിറക്കല്. പിന്നെ ഒരാൾ നമ്മൾ ആ പ്രസംഗത്തെ പറ്റി നോമിന് ചെയ്ത ആ പ്രസംഗത്തെ പറ്റി വേറെ ആൾ എനിക്ക് വോയിസ് ഇട്ടാൽ എന്താ അറിയോ, ഉസ്താദെ അപ്പോൾ അല്ല സ്വീകരിക്കൂലേ നമ്മളെ നിസ്കാരം ഒന്നൊന്ന്, കൂലി കിട്ടൂലേ എന്ന്. സ്വീകരിക്കൂലെന്നല്ല, കൂലി ഈ ശ്രദ്ധ അല്ലാത്ത നിസ്കാരത്തിന് കൂലി കിട്ടൂലാന്നിട്ടും അയാൾക്ക് പറ്റിയിട്ടില്ല. അയാൾ തന്നെ കൂലി കിട്ടൂലേ, ശ്രദ്ധ ഏതായാലും ഇല്ല. അവിടെ ഇമാമൊക്കെ നിൽക്കുന്ന ആളാണ്, മൂല്യരൊന്നുമല്ല. പള്ളിയിൽ ഇമാമൊക്കെ നിൽക്കുന്ന ഒരാളാണ്, മൂല്യരൊന്നുമല്ല. അയാൾ ചോദിക്കുകയാണെങ്കിൽ കൂലി കിട്ടൂലേ, കൂലി അല്ല തരൂലേ. അത് അള്ളാൻ്റെ അടുത്തുള്ള കാര്യമാണ് പറഞ്ഞു. ഞാൻ തൊന്നൂടായൊന്നുമില്ല എന്നും പറഞ്ഞു. ഇനിയിപ്പോൾ ഏതായാലും മിമ്മ റസക്കനാവും യുംഫിക്കും എന്നുള്ള അള്ള വേണ്ടി വെച്ച് അടുത്ത നമുക്ക് പറയാം. അത് നല്ലൊരു വിഷയമാണ്. യുഗ്മിനൂന ബിൽ ഒയബി, ഒയബിൽ വിശ്വസിക്കുക എന്നുള്ളതിൻ്റെ സാക്ഷ്യപ്പെടുത്തൽ ഒന്ന് ഇക്കാമത്ത് സ്വലാത്തും വന്നു മിമ്മ റസക്കനാവും യുംഫിക്കൂനാണ്. അത് രണ്ടും ഇല്ലാതെ ഞാൻ മുഅ്മിനാണെന്നൊരു കാര്യമില്ല. ഞാൻ ഒയബിൽ വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹ് വിശ്വസിക്കുന്നുണ്ട് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ സാക്ഷ്യം ഒന്ന് ഇക്കാമത്ത് സ്വലാത്താണ്. അതിങ്ങനെ പണിക്ക് പോയാണ്ട് പണി മതിയാക്കി വന്നാണ്ട് ഒന്നിച്ച് നിസ്കരിച്ചിട്ടൊന്നും കാര്യമില്ല. ഞാൻ പള്ളിക്കെന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടീനോട് ചോദിച്ചിട്ടുണ്ട്, പണി മതിയാക്കി നിസ്കരിച്ചാൽ ഇതെല്ലാം റസിനെ ചോദിച്ചതിനോട്. പടവിനും തേപ്പിനൊക്കെ പോകണം ആളുകൾ. ചളിൻ്റെ ആയിക്കോട്ടെ, ചളി നൈസാണോ? ചളിക്കൊന്നും കുഴപ്പമില്ല നിസ്കരിക്കണവർക്ക്, ചളിയിലും നിസ്കരിക്കുക. ചാണകമല്ലേ ഞാൻ മതി. ഇനി ചാണകം ഉണ്ടെങ്കിൽ മാലിക്കി മധുബിൽ അതും ശുദ്ധിയാണ്. മധുബൊന്ന് മാറ്റിയാൽ മതി. അപ്പോൾ മാലിക്കി മധുബ് അനുസരിച്ച് തിന്നപ്പെടുന്ന ജീവികളുടെ കാഷ്ടം നൈസല്ല. പോത്തിൻ്റെ, എരുമൻ്റെ, പജിൻ്റെ, കോയിൻ്റെ ഒന്നും പൂച്ചൻ്റെ ഒന്നും അതിൻ്റെ ഇതൊക്കെ ഏതുള്ളൂ. തിന്നാത്ത മൃഗങ്ങളുടെ മാത്രമേ ഇരുന്നുള്ളൂ. അറിഞ്ഞിരുന്നോളൂ. ആണെന്ന് വെച്ചെങ്കിൽ അതൊക്കെ ചെയ്യാം. ഒരുത്തം വളക്കുച്ചില, ഓനോടൊന്ന് അവിടെ വളക്കുച്ചിലവിടെ വീണ് കുടുങ്ങി കിടക്കുകയാണ് ഒരാൾ. മാലിക്കി മധു അനുസരിച്ച് അവിടെ നിന്ന് നിസ്കരിക്കുവാൻ വളക്കുച്ചിന്ന് എന്താക്കാം, അറിഞ്ഞിരിക്കണത് നല്ലതാ. എത്ര വിശാലമാണ് മധുപാര്യങ്ങൾ. സൗദി അറേബ്യയിൽ ഒരു വിശ്വാസം ഇല്ലാത്ത നിസ്കാരം കേട്ടോ, ഒരു വക വിശ്വാസമില്ല. പണിക്കുള്ള അവിടെ നിന്ന് ആ ഹറമ്പിലൊക്കെ പണിക്കാരുണ്ടെങ്കിൽ ആ കമ്പിൻ്റെ മുകളിൽ നിന്നൊക്കെ നിസ്കരിക്കണേ. അവിടെ അങ്ങനെ വാർക്കണേ കാരോ, കമ്പിയൊക്കെ ഇങ്ങനെ ഫിറ്റ് അപ്പോഴേക്കാരും വാങ്ങി കൊടുക്കൽ. അപ്പോൾ ഒതെടുത്തോ ഇല്ലയെന്ന് അറിയില്ല. അവിടെ നിന്ന് താമ ചെയ്താൽ എന്താ അറിയില്ല, അങ്ങോട്ട് തെക്കിവരൊക്കെ കിട്ടണതാണ്. ആ ജമായത്തേക്കാട് കൂടുകയാണ്. എന്നമാർക്ക് നമ്മളിങ്ങനെ യാത്രയൊക്കെ ചെയ്ത് ഇവിടെയൊക്കെ നിസ്കരിക്കുകയാണെങ്കിൽ എന്താ അറിയങ്ങൾ അങ്ങോട്ട് നടക്കും പരിപാടികൾ. അവിടെ വസ്വാസില്ല, കാര്യങ്ങളില്ല. നമുക്ക് കുറേ വസ്വാസം കൊണ്ടാണ് കുറേ നിസ്കാരങ്ങൾ. പഠിച്ചോനെ പെണ്ണുങ്ങളൊക്കെ ഒരു നിസ്കാര കുപ്പായം കൊണ്ടുവന്നാൽ അത് കേൾക്കി തിരുമ്പാതെ നിസ്കരിക്കാൻ പറ്റില്ല. അവർക്ക് ആരെയും തൊട്ടിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നത്. അതിന് കുഴപ്പമില്ല. സൂട്ട് നിസ്കരിക്കണം എന്നാണ്, ചെരുപ്പിട്ട് നിസ്കരിക്കണം എന്നാണ്, ചെരുപ്പിട്ട് നിസ്കരിക്കണം എന്നാണ് എന്ന് പേര് മത്തിനോട് പറഞ്ഞു. എൻ്റെ വിശദീകരണമാണ് പിന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇവിടെ പറഞ്ഞ കാര്യങ്ങളാണ്. അത് വേണ്ട, ചെരുപ്പ് കൊണ്ട് വെച്ചാൽ മതി. അതാണേ, അത് ഭയങ്കര ചർച്ചയാണ് കിതാബിലൊക്കെ. നമുക്ക് അങ്ങനത്തെ വസ്വാസുകളൊന്നുമില്ല. എന്നവർക്ക് മണ്ണിലിരുന്നവരൊക്കെ ചെയ്തീനി എന്നുള്ളതാണ്. സ്വഹാബത്തൊക്കെ നെറ്റി വെച്ചിന്, മണ്ണിൽ. ഇപ്പോൾ ഷിയാക്കളൊക്കെ ഒരു കട്ടുണ്ടൊക്കെ ഉണ്ടല്ലോ, ഓലേനെ ഞാൻ തന്നെ പറയണതാണ്. മണ്ണിലാണ് സ്വഹാബത്തൊക്കെ നെറ്റി വെച്ചിന്. അതുകൊണ്ട് ഈ മുസല്ലയിൽ പരവതാനിയിൽ ഒരു കട്ട വെച്ചിട്ട് ഞങ്ങൾ വെക്കണതിൻ്റെ കാരണം അതാണെന്നാണ് ഷിയാക്കൾ പറയണത്. അപ്പോൾ അതൊക്കെ കേട്ടെ, അതൊക്കെ ഒരു ചർച്ച ഉണ്ട്. ഞാൻ പറയണത് ചളിയുണ്ട്, പൊടിയുണ്ട്, വൃത്തിയില്ല, വിയർപ്പുണ്ട്, ഇതൊന്നും കാരണമല്ല. അതൊക്കെ നല്ലതാണ്, വൃത്തിയാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. അത് അപ്പം അത്ര സമയത്ത് അങ്ങനെ ചെയ്യാം. ഇങ്ങനത്തെ കെണിയിൽ പെട്ടാൽ അപ്പോൾ അങ്ങനെ ചെയ്യാം, നിസ്കരിക്കുക. പണിക്ക് പോകുന്നിടത്തുനിന്ന് ഒരു മയമ്മക്ക ഉണ്ടായിരുന്നല്ലോ ആറേങ്കര. അയാൾ മരിച്ചുപോയി, നല്ല മനുഷ്യനായിരുന്നു. അയാൾ പണിക്ക് പോകുന്ന ആളായിരുന്നു, പണിക്കാരൻ ലീഡറായിരുന്നു പടവിൻ്റെയൊക്കെ. അയാളൊക്കെ അരമണിക്കൂർ ദൂറിൻ്റെ സമയത്ത് കയ്യും കാലും തേച്ചേക്ക് നിസ്കരിച്ച് ഞാൻ അരമണിക്കൂർ ഏറെ എടുക്കുമല്ലോ പണി എല്ലാവരും മാറ്റുന്ന സമയം കഴിഞ്ഞിട്ട് പിന്നെ അരമണിക്കൂർ അതിൻ്റെ പേരിലേക്ക് പണിയൊന്നും കുറഞ്ഞിട്ടില്ല. ഇപ്പം നമ്മൾ പണിക്കാർക്ക് നിസ്കരിക്കാനാവില്ല. ഇനി നിസ്കരിക്കണം എന്ന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പണിക്ക് വിളിച്ചു കൊടുക്കും പറ്റൂല. കാരണം അവന് നിസ്കാരം ദായമൊക്കെയാണ്, അവന് പണിയെടുക്കണത് പോലെയല്ല എന്നൊക്കെ പറയാം. അതിനിങ്ങനെ ചെയ്യണേ, ആ സമയം അവിടെ വീണ്ടെടുത്ത് കൊടുക്കണം, പണി ഉഷാറായിട്ട് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ്
9:30 എനിക്ക് പോകണം തന്നെ ടൈമായി. ഒമിമ്മ റസുഖനോ യുംഫിക്കോ എന്നുള്ളത് നമുക്ക് വിധിണ്ടെങ്കിൽ അടുത്താഴ്ച പറയാം. അത് പറയേണ്ടത് മാത്രമല്ല, ഇത് മെയിൻ വിഷയമാണ്. ഉലായിക്ക അലാ ഉദമ്മിർ റബ്ബിഹിം വ ഉലായിക്ക ഹുമുൽ, ഈ പറഞ്ഞ ഗുണഗണങ്ങളൊക്കെ ഉള്ള ആളുകളാണ് അള്ളാഹിൻ്റെ ഹിദായത്തിലുള്ളവർ, അവർ മാത്രമാണ് വിജയികൾ എന്ന് പറഞ്ഞത്. അതിന് വേണ്ട സിഫത്തുകൾ ഒന്ന് യുമിനൂന ബിൽ ഗൈബിയാണ്, അത് നമ്മൾ കുറച്ച് പറഞ്ഞു. യുക്കീമൂന സ്വലാത്ത എന്നതും കുറച്ച് പറഞ്ഞു. മിമ്മ റസുഖനോ യുംഫിക്കോ എന്നുള്ളതും കൂടി പറയണം കരുതിന് ടൈം ഉണ്ടായിട്ടില്ല. അത് നമുക്ക് അടുത്താഴ്ച പറയാം ഇൻഷാ അല്ലാഹ്. ഞാൻ നിർത്തുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.